السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചറബ് നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. സമ്പത്തിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, നമ്മുടെ ആയുസ്സിൽ എല്ലാം അല്ലാഹു തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യമായ ദിനരാത്രങ്ങളിലാണ് നാം ഉള്ളത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നോമ്പുകാരായി കൊണ്ട് ഒരുമിച്ച് കൂടി തീരെയായ ചില കാര്യങ്ങൾ പറയാനും കേൾക്കാനുമാണ് നാം ഇവിടെ സംഗമിച്ചത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ നമ്മോടൊക്കെ പറഞ്ഞേൽപ്പിച്ചവർ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ റഹ്മത്തും ബറക്കത്തുമെല്ലാം വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ, മറ്റു വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്നവർ, പടച്ചറബ് എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ അവസാന ദിവസങ്ങളാണ്. അൽഹംദുലില്ലാഹ്, പരമാവധി ഖൈറുകളിൽ മുഴുകേണ്ട സമയമാണ്. വലിയ ഖൈറാണ് അറിവ് നേടുക, അത് പ്രചരിപ്പിക്കുക എന്നത്. വിശേഷ ഖിയാമത്തിലേക്ക് അടുക്കുന്തോറും ഇബാദത്തിനേക്കാൾ മഹത്വം അറിവിലാണ് എന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഓരോ തലമുറ മുന്നോട്ട് പോകുമ്പോഴും അറിവിന്റെ പ്രാധാന്യം കൂടി വരും. നബിയുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അന്നത്തെ കാലത്ത് കൂടെയുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിനി ഇബാദത്താണ് ഇൽമിനേക്കാളും പ്രാധാന്യമുള്ളത് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു കൊടുത്തു, എന്നാൽ ഇനിയൊരു കാര്യം നമുക്ക് ശേഷം വരാനുണ്ട്. അന്ന് പ്രഭാഷകന്മാർ ധാരാളം ഉണ്ടാകും, പണ്ഡിതന്മാർ വളരെ കുറവായിരിക്കും. ചോദിക്കാൻ എമ്പാടും ആളുകളുണ്ടാകും, എന്നാൽ ചോദിച്ചത് നൽകാൻ, പറഞ്ഞു കൊടുക്കാൻ ഒക്കെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അത്തരമൊരു ഘട്ടം വന്നാൽ ഇബാദത്തിനേക്കാളും അഫ്ളലായത് അറിവാകുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് അങ്ങനെയാണ്. 3, 4, 5 മണിക്കൂർ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ ആഴത്തിൽ മതം പഠിച്ചവർ എന്ന് പറയാവുന്നവർ ഇല്ലെന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാടൊക്കെ പൊതുവെ ഉള്ളത്. നമ്മളൊക്കെ പഠിക്കൽ അനിവാര്യമാണ് എന്നർത്ഥം. ഇമാം സുന്ന എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്,
അന്നാസു അഹ്വജു ഇലൽ ഇൽമി മിൻ ഹാജത്തിഹിം ഇല ത്വആമി വശ്ശറാബ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇബ്നു ഖയ്യിം ഇമാം അഹ്മദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന വചനമാണ്, ആളുകൾക്ക് ഭക്ഷണപാനീയങ്ങളെക്കാൾ ആവശ്യമുള്ളത് അറിവാണ്. കാരണം ഭക്ഷണപാനീയം എന്നത് ഒരു ദിവസം 1-2 നേരം കിട്ടിയാൽ തന്നെ അവൻ്റെ ആവശ്യം തീരും. എന്നാൽ അറിവ് അദദ അംഫാസിഹി, അവൻ്റെ ശ്വാസങ്ങളുടെ എണ്ണം അവന് ആവശ്യമുള്ളതാണ് അറിവ്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അറിവ് ആവശ്യമുണ്ട്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭക്ഷണപാനീയം ആവശ്യമില്ല. നിസ്കരിക്കണമെങ്കിൽ അറിവ് വേണം, നോമ്പെടുക്കണമെങ്കിൽ അറിവ് വേണം, ദിക്ർ ചൊല്ലാൻ അറിവ് വേണം, മലമൂത്ര വിസർജനം വരെ ദീനു പറഞ്ഞ പ്രകാരം ആകണമെങ്കിൽ അറിവ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശ്വാസത്തിൻ്റെ എണ്ണം അവന് ആവശ്യമുള്ളതാണ് അറിവ്. ഭക്ഷണം 1-2 നേരം കഴിച്ചാൽ തന്നെ അവൻ്റെ അത്യാവശ്യമായല്ലോ എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അന്ന് പറഞ്ഞത്. അപ്പം അത്തരം വേദികൾ, അവസരങ്ങൾ ഉണ്ടാകലും നമ്മളൊക്കെ അത് ഉപയോഗിക്കലും പ്രധാനം തന്നെയാണ്. ആ നിലക്കാണ് നമ്മൾ ഇന്ന് റമദാനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. മുൻഗാമികളൊക്കെ റമദാനിൽ പൊതുവെ ക്ലാസ്സുകൾ എടുക്കാറില്ല. ഓലെ സംബന്ധിച്ച് കൊല്ലം മുഴുവൻ ക്ലാസ്സാണ്, കൊല്ലം മുഴുവൻ ദീന് പഠിക്കുകയാണ്. അപ്പോൾ ഒരു മാസം പോലും മാറ്റി വെച്ചിട്ട് ഇബാദത്തിലേക്ക് മുഴുകാറാണ് പതിവ്. നമ്മളെ സംബന്ധിച്ച് ആകെ കൊല്ലത്തിൽ ഒരു മാസമോ ഈ ദിവസങ്ങളോ അതിൽ തന്നെ രാത്രി മാത്രമൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒഴിഞ്ഞിരിക്കുക. അല്ലാതെ ഒന്നിനും നമുക്ക് നേരമില്ല, ഖുർആൻ ക്ലാസ്സിൽ വരാൻ നേരമില്ല, സിയാറിക്ക് നേരമില്ല, ഒന്നിനും നേരമില്ലാത്ത ഓട്ടമാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ജംഅ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ വഴി. ഇമാം അഹ്മദിനോട് അന്ന് ചോദിക്കുന്നുണ്ട്, ഒരാൾ പള്ളിയിൽ ഒഴിഞ്ഞിരുന്ന് റമദാനിൽ ഖുർആൻ അങ്ങനെ ധാരാളമായി ഓതുന്നു, മറ്റൊരാൾ വേറൊരാൾക്ക് ഖുർആനും ദീനുമൊക്കെ പഠിപ്പിക്കുന്നു, ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഓതുന്നവന് അതിൻ്റെ ഗുണം അവന് മാത്രമാണ്. രണ്ടാമനാവട്ടെ അവനും ഗുണമുണ്ട്, അവനെ കൊണ്ട് മറ്റുള്ളവർക്കും ഗുണമുണ്ട്. അതുകൊണ്ട് അതാണ് അഫ്ളൽ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു കൊടുത്തു. അന്നത് പറഞ്ഞെങ്കിൽ ഇന്നേതായിരുന്നാലും അതിന് പ്രാധാന്യം കൂടും. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഈ ഒരു വേദിയെ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വെറുതെ ഒരു വഴുതോട്ട് പോകുക എന്നുള്ളതല്ല. അവിടെ ക്ലാസ് ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവസാനത്തെ 10 ഇപ്പോൾ ക്ലാസ്സിന് പോകില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ സുബൈർക്ക് നിങ്ങൾ പ്രസംഗിച്ചു പോകണ്ട, ഒരാൾക്ക് പഠിക്കാൻ പറ്റിയ കോലത്തെ എന്തെങ്കിലും കുറച്ച് സംഗതി പറഞ്ഞാൽ ഞങ്ങളിരുന്ന് കേട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെയാണെങ്കിൽ ആവാം എന്ന നിലക്കാണ് നമ്മളത് ഏറ്റത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ദുനിയാവിൽ നിന്നൊരു യാത്ര നിർബന്ധമാണ്. നമ്മളൊക്കെ നാട്ടിൽ എല്ലാത്തിൽ നിന്നും മാറി നമ്മൾ ഒരു വേറിട്ട കൂട്ടായ്മയായി സംഘമായി ഒക്കെ നിൽക്കുന്നത്. ഇതാണ് ശരിയായ ആദർശമെന്ന ബോധ്യവും സ്വർഗം കിട്ടാൻ ഈ വഴിക്ക് പോയെങ്കിലേ പറ്റൂ എന്ന തിരിച്ചറിവും തന്നെയാണല്ലോ. നാട്ടിൽ പലപ്പോഴും ഒറ്റപ്പെടാറുണ്ടാകും, കുടുംബത്തിൽ പോലും ഒറ്റപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവരും ചെയ്യുന്ന പലതും ചെയ്യാൻ പറ്റാതെ നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അതിനൊക്കെ മാറി നാട്ടിൽ വേറെ പള്ളി ഉണ്ടായിട്ടും വേറെ പള്ളി ഉണ്ടാക്കി, സംഘടന ഉണ്ടായിട്ടും വേറെ സംഘടന ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാത്തിൽ നിന്നും വേറിട്ട് മറ്റൊരു കൂട്ടായ്മയായി മാറി നിൽക്കുന്നത് സ്വർഗം കിട്ടണം എന്ന ഒറ്റ നിയ്യത്ത് മാത്രമാണ്. അതുമാത്രമാവുകയും വേണം. അതിനപ്പുറത്ത് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെക്കാളും നഷ്ടക്കാർ മറ്റാരും ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യം എപ്പോഴും ഉറപ്പുവരുത്തുക. സ്വർഗത്തിലേക്ക് എത്തണം. ഇന്ന് മരിച്ചാലും ആ മരണത്തോടെ ആരംഭിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയാകണം. 2 ലോകത്തിൻ്റെയും ഇടയ്ക്കുള്ള ഇടവേളയാണ് മരണം എന്നത്. ദാറുദ്ദുന്യ, ദുന്യാവെന്ന ഈ ലോകവും ആഖിറമെന്ന മറ്റൊരു ലോകവും, ഇത് രണ്ടിനും ഇടയിലുള്ള ഇടവേള, അത് രണ്ടിനും വേർതിരിക്കുന്ന ആ ഒരു വേർതിരിവ് മരണമാണ്. മരിക്കുന്നതോടെ ദുന്യാവുമായി ബന്ധം അവസാനിച്ചു, മറ്റൊരു ലോകത്തേക്ക് നമ്മൾ യാത്ര ആരംഭിച്ചു. ഇവിടെ ദാറുൽ അമലാണെങ്കിൽ അവിടെ ദാറുൽ ജസാ ആണ്. ഇവിടെ കർമ്മങ്ങളുടെ ലോകമാണ്, അവിടെ പ്രതിഫലത്തിൻ്റെ ലോകമാണ്. ഇവിടെ പ്രതിഫലമില്ല, കർമ്മമേ ഉള്ളൂ. അവിടെ കർമ്മമില്ല, പ്രതിഫലമേ ഉള്ളൂ. ആ പ്രതിഫല ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. അതൊരു പക്ഷേ ഇന്ന് ആരംഭിച്ചേക്കാം, ഈ നിമിഷം ആരംഭിച്ചേക്കാം. ഈ സംസാരം പോലും പൂർത്തിയാക്കാൻ എനിക്കോ കേട്ടു തീർക്കാൻ നിങ്ങൾക്കോ ഒരുപക്ഷെ
സാധിക്കണം എന്നില്ല. ആ ഒരു യാത്രയെപ്പറ്റിയുള്ള ബോധമുണ്ടാവുകയും സ്വർഗം കിട്ടണം, അതിന് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ എഡിറ്റിംഗ് നടത്തി പടച്ച റബ്ബിലെല്ലാം അർപ്പിച്ച് പരലോകം ലക്ഷ്യമായി കണ്ട് സ്വർഗം ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കിട്ടുന്ന ആയുസ് അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, അല ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ അല ഇന്ന സൽഅത്തല്ലാഹിൽ ജന്ന. അടിയണേ, സ്വർഗമെന്ന വിഭവം അമൂല്യമായതാണ് എന്നാണ്. അങ്ങേയറ്റം വില കൂടിയതാണ് സ്വർഗം. വില കൂടിയ വസ്തു വാങ്ങണമെങ്കിൽ അതിന് മാത്രം വില നൽകേണ്ടതുണ്ട്. എങ്കിൽ സ്വർഗം അങ്ങേയറ്റം വിലയുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ വിലയായി കൊടുത്തെങ്കിലാണ് ആ സ്വർഗം കിട്ടുക. മറ്റൊരു ഹദീസിൽ കാണാം, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് കുത്തിവെക്കാനുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ അതാണ് ദുനിയാവും അതിനെ മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഖൈറായത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ജാമിഉ സ്വഗീറിൽ സ്വഹിയായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഒരു ചാട്ടവാർ ഇങ്ങനെ കുത്തിച്ചാരി വെക്കാൻ ഇടം കിട്ടിയാൽ, ഒരു ഇഞ്ച് സ്ഥലം കിട്ടിയാൽ അതാണ് ദുനിയാവ് മുഴുവനും അതിലെ മുഴുവനും ലഭിക്കുന്നതിനേക്കാളും ഖൈറായത് എന്നാണ് നബി തങ്ങൾ പറയുന്നത്. റബ്ബ് നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ ഗ്രഹണ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ ഈ ഖിബലയുടെ ഭാഗത്ത് ആ ചുമരിൽ നബിക്ക് അല്ലാഹു തആല നരകവും സ്വർഗവും കാണിച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കരിക്കുന്നതിനിടയിൽ മുന്നിലേക്ക് അങ്ങനെ എന്തോ പിടിക്കാൻ വേണ്ടി അവിടെ ഓങ്ങുന്ന പോലെ മുന്നിക്കാട് രണ്ടടി നബി മുന്നിക്കാട് നിന്നു. അതേപോലെ നിന്ന സ്വപ്ന്ന് കുറച്ചുകൂടെ പിറകോട്ട് നബി പിന്മാറുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബ ചന്ദ നബി സാധാരണ പതിവില്ലല്ലോ, ഇങ്ങനെ എന്താണ് നിസ്കാരത്തിൽ ഇങ്ങനെ എന്തോ പിടിക്കാൻ പോകണ പോലെ കണ്ടല്ലോ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഈ ചുമരിൽ പടച്ച റബ്ബ് എനിക്ക് നരകവും സ്വർഗവും കാണിച്ചു തന്നു. ആ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല ഇങ്ങനെ താഴ്ന്നു വരുന്ന രംഗം ഞാൻ കണ്ടു. അതിങ്ങനെ പിടിക്കാനാണ് ഞാനവിടെ മുന്നിലേക്ക് ചെന്നത്. പക്ഷെ പിടിക്കാൻ കിട്ടിയില്ല. അതെങ്ങാനും എനിക്ക് പറിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ ലഅകൽതും മാ ബഖിയ ദുനിയ, ദുനിയാവ് എത്ര കാലം ബാക്കിയാകുമോ അത്രയും കാലം നിങ്ങൾക്കെല്ലാം ഭക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നതാണ്. സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല ദുനിയാവിലേക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നബിയുടെ ആ കാലം മുതൽ ഇനി ഖിയാമത്ത് വരെ ദുനിയാവിൽ വേറെ ആർക്കും വേറെ ഭക്ഷണം വേണ്ടത്, അത് മതി എല്ലാവർക്കും ഭക്ഷിക്കാൻ. അതാണ് സ്വർഗം. ആ സ്വർഗമാണ് പടച്ച റബ്ബ് നമുക്ക് നോമ്പിന് പകരം തരാം, നിസ്കാരത്തിന് പകരം തരാം, തൗഹീദിന് പകരം നൽകാം എന്നൊക്കെ റബ്ബ് ഓഫർ ചെയ്തത് ആ ഒരു വമ്പിച്ച സ്വർഗലോകമാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് സ്വർഗം ഫ്രീ ആണ്. സ്വർഗം ഫ്രീ ആണ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മളെ അമലിന് പകരം തരാൻ മാത്രം ഒന്നും വിലയില്ലാത്തതല്ല സ്വർഗം. നമ്മുടെ നിസ്കാരം നമ്മളെ നോമ്പൊക്കെ അവിടെ തൂക്കി കണക്കാക്കിയിട്ട് എന്താ തരാണ്ടാവുക? ഒരു മുന്തിരിക്കൊലയാണ് ഖിയാമത്ത് വരെ എല്ലാവർക്കും തിന്നാൻ മതിയാവുന്നത്. അതാണ് ഒരു മുന്തിരിക്കൊല സ്വർഗത്തിന്. പിന്നെ ആ സ്വർഗം തരാൻ നമ്മളെ ഈ ഒന്നല്ലാത്ത ജാഹിലീങ്ങളായ വളരെ ദുർബലന്മാരായ നമ്മുടെ അങ്ങേയറ്റം ന്യൂനതയുള്ള അമലൊക്കെ പാടെ തൂക്കി കണക്കാക്കിയിട്ട് അതിന് പകരം തരാൻ മാത്രമൊന്നും നമ്മൾ തോന്നുന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് സ്വർഗം അല്ലാഹുവിൻ്റെ വക ഔദാര്യമാണ്, ഫ്രീ ആണ്. ഫ്രീ കിട്ടാൻ ചില യോഗ്യത വേണ്ടിവരും. ആ യോഗ്യതയാണ് ഈമാനും അമലും സ്വാലിഹും. ഏത് കാര്യവും ഫ്രീ കിട്ടണമെങ്കിൽ യോഗ്യത ഉണ്ടല്ലോ. അപ്പം നമ്മളെ പള്ളിക്ക് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാവും, സക്കാത്ത് നമ്മൾ ഫ്രീ കൊടുക്കില്ല എല്ലാവർക്കും എന്ന് കരുതി ഇവിടെ പുറത്ത് പൈസ ചെന്ന് അങ്ങോട്ടും കൊണ്ടേക്കോളി എന്ന് പറയുന്നല്ലോ. അതിവിടെ വന്ന് അപേക്ഷ വന്ന് നമ്മൾ അന്വേഷിച്ച് ഒന്ന് ബോധ്യപ്പെട്ട് സക്കാത്ത് അർഹനാണെന്ന് ഉറപ്പായി അടുത്ത യോഗത്തിൽ വെച്ച് കമ്മിറ്റി പാസ്സാക്കിയെങ്കിലേ അതിന് കൊടുക്കുള്ളൂ. ഏതായാലും ഫ്രീ കൊടുക്കുക, എന്തിനപ്പോൾ അതൊക്കെ ആ റോട്ടുമ്പോൾ അവിടെ കൊടുത്താളി എന്ന് പറയില്ല. കടയിൽ പോയാൽ കാണാം ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ. അപ്പോൾ ഒന്നേതായാലും ഫ്രീ അല്ലേ, അവിടെ തന്നാളി, മറ്റെനിക്ക് വേണ്ട എന്ന് പറയുന്നല്ലോ. ഈ ഫ്രീ കിട്ടണമെങ്കിൽ ഒന്ന് വാങ്ങണം. അപ്പോൾ ഏത് സൗജന്യത്തിനും ചില യോഗ്യതയുണ്ട്. ആ യോഗ്യതയുണ്ടെങ്കിലേ ഫ്രീ കിട്ടുള്ളൂ. റേഷൻ പീടിയിൽ പോയാൽ 35 കിലോ അരി കൊടുത്തിട്ട മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഒരു കാർഡ് ചോപ്പാകണം, അവൻ കയ്യോടെ വെച്ചാൽ അത് റീഡ് ചെയ്യണം, എന്നിട്ട് അതിലെ മെമ്പർമാരാവണം, അതിലൊരാളാണ് ചെല്ലുന്നത്, അപ്പോഴേ കിട്ടുള്ളൂ. അല്ല ഓൻ പറയാം ഏതായാലും ഫ്രീ അല്ല, എന്തിനാ പോയി കാർഡും ഈ കയ്യൊക്കെ വെക്കണേ, ഏതായാലും ഫ്രീ കൊടുക്കല്ലേ, സഞ്ചി ഉണ്ട് തന്നാളി അരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരൂല. അപ്പോൾ ഫ്രീ കിട്ടാൻ ചില ക്വാളിഫിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. സ്വർഗം അല്ലാഹ് ഫ്രീ കൊടുക്കും.
ആർക്കാ കൊടുക്കുക? ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കി വെച്ചത്. ഈമാൻ ശരിയാവണം, അമലു സ്വാലിഹ് ഉണ്ടാകണം. 2 നിബന്ധനയാണ്. അതാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് തുടങ്ങിയ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. ആമനു ഈമാൻ ഉള്ളവരും സ്വാലിഹായ അമൽ ചെയ്തു, അവർക്ക് അല്ലാഹു തആല ഫ്രീ ആയിട്ട് സ്വർഗ്ഗം കൊടുക്കുന്നതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ മാത്രം എഴുതിയ കിതാബാണ് മിഫ്താഹു ദാരിസ് സഅദ. മിഫ്താഹു ദാരിസ് സഅദ, സൗഭാഗ്യ ഭവനത്തിൻ്റെ താക്കോൽ എന്നാണ് കിതാബിൻ്റെ പേര്. സ്വർഗത്തിൻ്റെ താക്കോൽ. അതിൽ അദ്ദേഹം ആദ്യം ആമുഖമായി പഠിപ്പിച്ചതാണ് സ്വർഗമല്ല ഫ്രീ കൊടുക്കും, പക്ഷെ ഫ്രീ കിട്ടാനുള്ള യോഗ്യതയാണ് ഈ 2 കാര്യങ്ങൾ അവന് ഉണ്ടാവുക എന്നത്. നമുക്കും സഹോദരങ്ങളെ സ്വർഗം ലഭിക്കണം. നമ്മൾ പകൽ നോമ്പ് നോക്കുന്നു, രാത്രി ക്ഷീണം ഉണ്ടായാലും പള്ളിക്ക് വന്ന് നിസ്കരിക്കുന്നു, അവസാനത്തെ 10 പരമാവധി പള്ളി വന്ന് ഹയാത്താക്കാൻ ശ്രമിക്കുന്നു, ദാനധർമ്മങ്ങൾ ധാരാളമായി നൽകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ദിക്റും ദുആഉം സ്വലാത്തും തസ്ബീഹും ഖുർആനോത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. പ്രായമായിട്ടും നിൽക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ എന്നിട്ടും കുത്തിച്ചാരി വന്ന് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കസാരട്ടും സ്റ്റൂളിട്ടൊക്കെ നമ്മൾ നിസ്കരിച്ച് എന്തിനാ ഇതൊക്കെ? ഇത് സ്വർഗം കിട്ടാനാണല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് സ്വർഗം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നട്ടക്കാർ മറ്റാരും ഉണ്ടാവുകയില്ല. അപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമം അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതിന് നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കണം. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ തസ്കിയത്ത് ചെയ്യുക, അതാണ് അടിസ്ഥാനം. അത് കളങ്കപ്പെടുത്തിയാൽ, മലിനപ്പെടുത്തിയാൽ അവന് പരാജയപ്പെട്ടു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു എന്നാൽ നരകത്തിൽ പോയി എന്നാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അവൻ വിജയിച്ചു തീർച്ച. ആ വിജയമാണ് ശരിയായ വിജയം. അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ വിഷയകമായി ചില അടിസ്ഥാന തത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞ ആമുഖമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന തത്വങ്ങൾ, എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വർഗം കിട്ടുക, എങ്ങനെ മനുഷ്യൻ നന്നാവുക, സ്വയം നന്നാവാൻ എന്താണ് വഴി, അതിന് ഇന്ന് മദീനയിൽ ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുർ റസാഖ് ഇബ്ൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം എഴുതിയ ാക്കിയുള്ള ചെറിയ ഒരു ക്ലാസ്സാണ്, ദർസാണ് ഉദ്ദേശിക്കുന്നത്. തസ്കിയത്തുൻ നഫ്സിനുള്ള 10 ഖാഇദകൾ, അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടുന്ന അറിയേണ്ടുന്ന 10 അടിസ്ഥാന തത്വങ്ങൾ, ഖാഇദകൾ. ഖാഇദ എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾക്കാണ് ഖാഇദ എന്ന് പറയുക. നിയമങ്ങൾ, തത്വങ്ങൾ എന്നൊക്കെ പറയാം. ഇസ്ലാമിൽ എല്ലാത്തിനും ചില ഖാഇദകളുണ്ട്. ഇസ്ലാമിന് ഖാഇദ ഉണ്ട്. ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5. അത് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള അർക്കാനാണ്. അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ, ഈമാനിൻ്റെ തൂണുകൾ, ഇസ്ലാമിൻ്റെ തൂണുകൾ, അതാണ് ഖാഇദകൾ. പള്ളിക്ക് ഖാഇദ ഉണ്ട്, അതാണ് ഇതിന് അടിത്തറയും ഈ തൂണുകളൊക്കെ. അത് പൊളിഞ്ഞാൽ താഴെ വീഴും. അപ്പോൾ ഏതിനുമുണ്ട് ഖാഇദകൾ. ഹദീസിന് കുറേ ഖാഇദകളുണ്ട്. ഹദീസ് എങ്ങനെ സ്വീകരിക്കാം, ഹദീസ് എങ്ങനെ അർത്ഥം വെക്കാം, ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കാം, അതിന് ഖാഇദ ഉണ്ട്. വെറുതെ അർത്ഥം വെക്കാൻ പറ്റില്ല. ഓരോ ഹദീസ് എങ്ങനെ ഗ്രഹിക്കണമെന്നതിന് 10-30ഓളം ഖാഇദകൾ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഹദീസ് വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടിപ്പോകും. അല്ലാതെ ഹദീസ് ഉണ്ടാകും, സഹിയായിരിക്കും, പക്ഷേ ഇവൻ വിചാരിച്ച അർത്ഥാവില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ഹദീസ് വ്യാഖ്യാനിക്കാൻ. കർമ്മശാസ്ത്രത്തിന് കുറേ അസ്ലുകൾ, ഖവാഇദുണ്ട്. ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയും. ഖവാഇദുൽ ഫിഖ്ഹിയ്യ, ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര സംബന്ധമായ അടിസ്ഥാന തത്വങ്ങൾ. അതും തന്നെ 10-25ഓളം ഖാഇദകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ച് കാണാൻ പറ്റും. എന്ന പോലെ തൗഹീദിന് ഖവാഇദുകളുണ്ട്, ഈമാനിന്. എന്നതുപോലെയാണ് തസ്കിയത്തുൻ നഫ്സ്, സ്വയം ശുദ്ധീകരിക്കാൻ ആവശ്യമായ 10 അടിസ്ഥാന തത്വങ്ങൾ. ഇന്ന് മദീനയിൽ ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതനാണ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ. മദീന മസ്ജിദ് നബവിയിലും അതേപോലെ ജാമിഅ ഇസ്ലാമിയിലും ഒക്കെ അദ്ദേഹത്തിന് ദർസുകൾ ധാരാളമുണ്ട്. 100 കണക്കായി കിതാബ് അദ്ദേഹം എഴുതി. ഇപ്പോൾ തന്നെ അത്ര വലിയ പ്രായമൊന്നുമായിട്ടില്ല, ഒരു 50-55 വയസ്സ് പ്രായമാണായിട്ടുള്ളൂ. പക്ഷേ ഏതാണ്ട് 100 കണക്കിന് കിതാബുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ലോകത്തുടനീളം ഇന്നത് സ്വീകരിക്കപ്പെട്ടു പോന്നിട്ടുമുണ്ട്. ജീവിതകാലത്ത് തന്നെ ഒരാൾ കിതാബുകൾക്ക് ലോകത്ത് മൊത്തം സ്വീകാര്യത കിട്ടുക എന്നുള്ളത് അപൂർവം ആൾക്ക് മാത്രം കിട്ടിയ നേട്ടമാണ്. മരണശേഷം പലപ്പോഴും സ്വീകാര്യത കിട്ടാറുണ്ട്. പക്ഷേ ജീവിതകാലത്ത് തന്നെ
എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ സ്വീകരിക്കപ്പെട്ടു പോയിട്ടില്ല. ഇമാം ബുഖാരിൻ്റെ കിതാബ് സ്വഹീൽ ബുഖാരി അങ്ങനെ സ്വീകരിക്കപ്പെട്ട കിതാബാണ്. ഇമാം ബുഖാരിയുടെ നാവിൽ നിന്ന് 90,000 പണ്ഡിതന്മാരാണ് സ്വഹീൽ ബുഖാരി അന്ന് ഓതി പഠിച്ചത്. ഇമാം ബുഖാരി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ 90,000 പണ്ഡിതന്മാർ. ഇമാം ബുഖാരി 62-ാമത്തെ വയസ്സിൽ മരിച്ച ആളാണ്. ആ ഇമാം ബുഖാരിയിൽ നിന്ന് 90,000 പണ്ഡിതന്മാർ അക്കാലത്ത് സ്വഹീൽ ബുഖാരി പഠിച്ചിട്ടുണ്ട്. ഇമാം അസ്ഖലാനി ബുഖാരിക്ക് എഴുതിയ വ്യാഖ്യാനം ഫതുഹുൽ ബാരി ഹിജ്റ 850 ഫതുഹുൽ ബാരി അദ്ദേഹം രചന പൂർത്തിയാക്കുന്നത്. 18 വാള്യമാണ്. 18 വാള്യമുള്ള ബൃഹത്തായ ഗ്രന്ഥം അദ്ദേഹം എഴുതി കഴിഞ്ഞ് 850 852 അദ്ദേഹം മരണപ്പെട്ടത്. കിതാബിൻ്റെ പണി കഴിഞ്ഞ് 2ാമത്തെ വർഷം അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ അത് പണി കഴിയുമ്പോഴേക്ക് തന്നെ 100 കണക്കിന് കോപ്പികൾ കയ്യെഴുത്ത് പ്രതിയായിക്കൊണ്ട് ലോകത്തേക്ക് മൊത്തം കൊണ്ടുപോയി എന്നാണ്. അന്ന് പ്രിന്റിങ് ഇങ്ങനെ ഇല്ലല്ലോ. കയ്യെഴുത്ത് പ്രതിയായി 18 വാള്യമായിട്ട് കൂടി അത് കയ്യെഴുത്ത് പ്രതിയായി ലോകത്തേക്ക് മൊത്തം വന്ന് അത് വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ആ ഒരു നേട്ടം ലഭിക്കാറില്ല. ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ ഹഫിളഹുയുടെ ഗ്രന്ഥങ്ങൾക്ക് അങ്ങനെ സ്വീകാര്യത നമ്മളിന്ന് ലോകത്ത് കാണുന്നുണ്ട്. മദീനയിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. വലിയ ദർസുകളും ക്ലാസ്സുകളും ലോകവ്യാപകമായി അദ്ദേഹം നിർവഹിക്കാറുണ്ട്. അതിൻ്റെ പിതാവ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ, അതും മകനേക്കാൾ മേലെ നിൽക്കുന്ന വല്ലാത്തൊരു ആലിമാണ്. ബാപ്പയും മകനും ഇന്ന് മദീനയിൽ ലോകത്തേക്ക് മൊത്തം മാതൃകയായി രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം എന്ന മട്ടിലാണ് ആ ബാപ്പയും മകനും ഇപ്പോഴുമുള്ളത്. ബാപ്പ പ്രായമായി, കണ്ണിന് കാഴ്ചയൊക്കെ കുറവായി, അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് വീട്ടിൽ തന്നെയാണ്. എന്നാലും അവിടെയൊക്കെ ദർസുകൾ അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് രണ്ടുപേരെയും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അശ്റു ഖവാഇദ് ഫി തസ്കിയത്തുൻ നഫ്സ്. തസ്കിയത്തുൻ നഫ്സിലുള്ള 10 ഖാഇദകൾ, 10 അടിസ്ഥാന തത്വങ്ങൾ എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഒരു കൊച്ചു ഗ്രന്ഥം. എങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും, എങ്ങനെ നമുക്ക് നന്നാകാൻ പറ്റും എന്നതിനുള്ള ഒരു അടിസ്ഥാന തത്വങ്ങളാണ് അദ്ദേഹം ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം അത് പറഞ്ഞത്, ഒന്ന് നഫ്സ് എന്നുള്ളത് അതാണ് അടിസ്ഥാനം. ആ നഫ്സിനെ ശുദ്ധീകരിക്കലാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് അദ്ദേഹം അവിടെ കൊടുത്തു. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞ ആയത്തുകൾ. അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, മലിനപ്പെടുത്തിയവൻ, കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് പരാജയപ്പെടുത്താതെ ആ നഫ്സിനെ ശുദ്ധീകരിക്കുക, അതാണ് പ്രധാനം. നബി തങ്ങൾ പറഞ്ഞു, വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ, നിന്റെ നഫ്സിനോട് നിനക്ക് ചില ബാധ്യതകൾ ഉണ്ട്. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരത്തോടാണ്. ശരീരം മാത്രമല്ല, രണ്ടും ഉൾപ്പെടും. ഇവിടെ ഉറങ്ങാതെ വിശ്രമിക്കാതെ അധ്വാനിച്ച മനുഷ്യന്മാർ പറയും നഫ്സിനോട് ഹക്കിന് കേട്ടോ, മറക്കണ്ടാറി. ശരിയാണ്, ആദ്യ സംഗത്തർത്ഥമുണ്ട്. പക്ഷെ അതുമാത്രമല്ല, നഫ്സിനോടൊരു ഹക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനോട് നമുക്കൊരു ഹക്കുണ്ട്. അതിനെ ശുദ്ധീകരിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ശുദ്ധീകരണം നേടിയെങ്കിലാണ് രക്ഷപ്പെടാൻ കഴിയുക. 10 കാര്യം ശ്രദ്ധിക്കണം അതിന്. ഒന്നാമത്തെ കാര്യം അത്തൗഹീദ്, അസ്ലു മാ തർക്കസു ബിഹി തസ്കു ബിഹി അൻ-നുഫൂസ്. നഫ്സ് ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാന കാര്യം, ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ ബാക്കി എത്ര നന്നായിട്ടും അത് നന്മയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. തൗഹീദില്ല, ശിർക്കിലാണ്, ഈമാൻ തെറ്റിപ്പോയി, ആള് നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാവില്ല, അത് നല്ലതല്ല. തൗഹീദാണ് അടിസ്ഥാനം. ഒന്നാമതായി സ്വീകരിക്കേണ്ടത് വിശ്വാസം ശരിയാക്കുക, തൗഹീദ് ശരിയാക്കുക. കാരണം അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പം മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, അതിനുവേണ്ടി പഠിച്ചതാണ്. അല്ലാതെ ഇവിടെ പറമ്പ് വാങ്ങാനും വീട് വെക്കാനും ഒന്നുമല്ല. അത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആവശ്യമായതാണ്. ഒരു ബസ് കയറിയാൽ ഇരിക്കാൻ സീറ്റ് വേണം എന്നതുപോലെ സീറ്റ് ഇരിക്കാൻ വേണ്ടി ആരും ബസ് കയറില്ല. നമ്മളിവിടെ ബസ്സത്തേക്ക് അപ്പം എന്തേക്കോ ബസ്സിൽ ഇരിക്കാൻ പുതിയായിട്ട് കയറുകയാണ് എന്ന് പറയില്ല. ബസ് കയറുന്ന എന്തിനാണ്? ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. കോഴിക്കോട്ടേക്ക് പോവുകയാണ്, എന്നാ ബസ് കയറി, കാറിൽ കയറി. എന്നാൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കും, സീറ്റുള്ള ബസ്സാണോ, ഇരിക്കാൻ സ്ഥലമുണ്ടോ, ഭയങ്കര തിരക്കാണോ. അപ്പോൾ ഭയങ്കര തിരക്കാണ്, പിന്നെ വേണ്ട അടുത്ത ബസ്സിന് പോകാം എന്ന് പറയും. എന്നാ ഇനി വേറെ ബസ് അടുത്തൊന്നും വരാനില്ലെങ്കിലോ, അടുത്തൊന്നും ബസ് വരാനില്ല, അപ്പോൾ തിരക്ക് നോക്കൂല, അത് സാഹചര്യം കയറുക. തൽക്കാലം സീറ്റില്ലെങ്കിലും കുറച്ചാണ് കഴിയുമ്പോൾ സീറ്റ് കിട്ടിക്കോളും എന്നും വേണ്ടി കയറും. എന്നതുപോലെ തൗഹീദാണ് ജീവിതത്തിൻ്റെ ആസ്വദി. നമ്മെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ്.
എന്നാൽ ജീവിക്കാൻ വിട്ടത് ദുനിയാവിലേക്കാണ്. അല്ല നമ്മൾ ജീവിക്കാൻ പറഞ്ഞത് ദുനിയാവിലേക്കാണ്. അതുകൊണ്ട് ദുനിയാവിൽ സ്വാഭാവികത്തിൽ വീട് വേണം, അവിടെ നമുക്ക് സമ്പാദ്യം വേണം, അവിടെ മക്കൾ വേണം, അവിടെ കുടുംബം വേണം. കാരണം ഇവിടെ ജീവിക്കുമ്പോൾ അത് ആവശ്യമാണ്. ഇതല്ല അടിസ്ഥാനം. അടിസ്ഥാനം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഏറ്റവും വലിയ കൈ മുതൽ അതിൻ്റെ അടിസ്ഥാന ഭാഗം തൗഹീദാണ്. അതില്ലെങ്കിൽ പിന്നെ ബാക്കിയൊന്നും കാര്യമില്ല. അല്ലാഹ് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട്. വജ്തനിബുത് ത്വാഗൂത്ത്, പടച്ച റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒഴിവാക്കുകയും വേണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, റബ്ബല്ലാത്ത ആരാധ്യരെ കൈവെടിയുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് റഹിമഹുല്ലാഹ് പറയുന്നു, വത്തൗഹീദു ഹുവ അവ്വലു മാ യജിബു അലൽ ഇൻസാനി ലിദ്ദുഖൂലി ഫീ ദീനിൽ ഇസ്ലാം. ഇസ്ലാം മതത്തിലേക്ക് കടക്കണമെങ്കിൽ ആദ്യമായി വേണ്ട തൗഹീദാണ്. ഇസ്ലാം എന്ന ദീനിൽ കയറണമെങ്കിൽ തൗഹീദാണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് മുസ്ലിം ആകണം, നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? ഷഹാദത്ത് പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലുക. എന്താ ഷഹാദത്ത് കലിമ? തൗഹീദാണ്. അപ്പൊ തൗഹീദാണിലേക്ക് കയറാനുള്ള വഴി, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം തൗഹീദാണ്. അതേപോലെ ഒരു ദാഴി ആദ്യമായി പഠിപ്പിക്കേണ്ടതും തൗഹീദാണ്. ഒന്നാമത്തെ അധ്യാപനം തൗഹീദാണ്. നബി തങ്ങൾ മുആദ് ബിൻ ജബലിനെ പറഞ്ഞയച്ചു യമനിലേക്ക്. മുആദ് റളിയല്ലാഹു യമനിലേക്ക് ദഅവത്തിന് വേണ്ടി നബി നിയോഗിച്ച സ്വഹാബിയാണ്. ചെറിയ പ്രായത്തിൽ മരിച്ച ആളാണ്. മുആദ് ബിൻ ജബൽ ചെറിയ പ്രായത്തിൽ മരിച്ച, 30 വയസ്സിന് താഴെ ഉള്ളു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നബി തങ്ങൾ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു യമനിലേക്ക്. പോകുമ്പോൾ നബി സൂചന നൽകി, വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ നീ അബൂബക്കറിനെ കാണണം എന്ന് സൂചന നൽകിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം തിരിച്ചു വരുമ്പം നബിയെ കാണാൻ കഴിയില്ല എന്ന ഒരു സൂചന അതിലുണ്ടായിരുന്നുവെന്നാണ്. ആ മുആദ് റളിയല്ലാഹു യമനിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നക തഖദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ പോകുന്നത് അഹ്ലു കിതാബിലേക്കാണ്. തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഒക്കെ ആളുകളായി ഇസ്ലാമിനെ പരിചയമുള്ള, റബ്ബിനെ പരിചയമുള്ള വേദക്കാരായ ആളുകളാണ് യമനിലുള്ളത്. മക്കയിലെ പോലെ മുസ്ലിക്കീങ്ങളല്ല. അവിടെയുള്ളത് വേദക്കാരാണ്, തൗറാത്തിൻ്റെ ആളുകൾ, ക്രിസ്ത്യാനികൾ, യഹൂദികളൊക്കെയാണ്. അവിടേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാടിൻ്റെ സാഹചര്യം അറിയണം എന്നർത്ഥം. എല്ലാ നാട്ടിലും പോയി ഒരേ പ്രസംഗം നടത്തി പോരാൻ പറ്റില്ല. ആ നാട്ടിൽ എന്താ സാഹചര്യം, അവിടെ എന്ത് ഫിത്ന അധികമുള്ളത്, അവിടെ എന്താണ് പറയേണ്ടത്, അവിടുത്തെ ആളുകളുടെ നിലവാരം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കൽ ദാഇയുടെ ബാധ്യതയാണ്. അതാണ് നബി പറഞ്ഞു കൊടുത്തത്. നീ പോണ നാട് അഹ്ലു കിതാബിൻ്റെ നാടാണ്. അതുകൊണ്ട് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. നീ അവിടെ ചെന്നാൽ ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത് തൗഹീദിലേക്കാകും. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ്, സ്വഹീഹ് ബുഖാരി 7372 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അപ്പം നീ അവിടെ ചെന്നാൽ നിന്റെ ഒന്നാമത്തെ ദഅവത്ത് തൗഹീദാണ്. തൗഹീദ് എവിടെയും പറയേണ്ടതാണ്. തൗഹീദ് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല എന്നില്ല. തൗഹീദാണ് അസ്ൽ. സലഫി ദഅവത്തിൻ്റെ അസ്ൽ തൗഹീദാണ്. ഒന്നാമത്തെ ദാഇ നബി തങ്ങളാണ്. ഒന്നാമത്തെ ദാഇ നബി. ആ നബിയെ പിൻപറ്റിയ ബാക്കി എല്ലാ ദാഇമാരും. അത് ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അന, ഞാൻ, വമനിത്തബഅനി, എന്നെ പിൻപറ്റിയവരും. അപ്പോൾ ബാക്കി ദാഇമാരൊക്കെ നബിയെ പിൻപറ്റുന്നവരാണ്. ഒന്നാമത്തെ ദാഇ നബിയാണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം. വ്യക്തികളിലേക്കല്ല, നേതാക്കന്മാരിലേക്കല്ല, സംഘടനയിലേക്കല്ല, മെമ്പർഷിപ്പ് എടുക്കാനല്ല. അതൊക്കെ അതിൻ്റെ ഒരു അനിവാര്യമായ ഘടകം മാത്രമാണ്. ദഅവത്ത് അല്ലാഹുവിലേക്കാണ്. അദ്ദാഇ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവൻ. അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നതിനേക്കാളും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയൂ നബി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാകും. അപ്പം നമ്മുടെ ദഅവത്ത് ശരിയായ ദഅവത്താകണമെങ്കിൽ ദഅവത്ത് അല്ലാഹുവിലേക്കാകണം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് പറയുന്ന പല മനുഷ്യന്മാരും ക്ഷണിക്കുന്ന അല്ലാഹുവിലേക്കല്ല എന്നാണ്. നമ്മൾ ക്ഷണിച്ചു, പോകാൻ വന്നില്ല, അപ്പം ദേഷ്യം വിളിക്കും. ഞാൻ വിളിച്ചിട്ട് പോകാൻ വന്നിട്ടില്ല, എന്താ ഞാൻ വിളിച്ചവ എൻ്റെതല്ലേ? അപ്പം വിളിച്ചത് നമ്മിലേക്കാണ്, അല്ലാഹുവിലേക്കല്ല.
ഞാൻ പറഞ്ഞാൽ വരാക്കാൻ പറ്റൂല. അപ്പം ഞാനിലേക്കാണ് വിളിക്കണത്, അല്ലാതെ റബ്ബിലേക്ക് അള്ളാഹുലേക്ക് വിളിച്ചു. ഓനെ വിളി കേട്ടോ ഇല്ലേ അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഓൻ്റെ ബാധ്യത. വിളിക്കുന്ന പണിയാണ് നമുക്കുള്ളത്. അപ്പം ഒന്നാമത്തെ ദഅവത്ത് തൗഹീദാണ്. അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ നൽകിയ നിർദ്ദേശം. മാത്രമല്ല മുശ്രിക്കുകളെ പറ്റി അല്ലാഹു പറഞ്ഞു, ഫവൈദുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം, അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. തൗഹീദിലൂടെ സകാത്ത് ചെയ്യാത്ത ആളുകൾ എന്ന ആയത്തിന് അർത്ഥമുണ്ട്. സകാത്ത് കൊടുക്കാത്തവർ എന്ന് പറഞ്ഞാൽ സമ്പത്ത് സകാത്തുണ്ട് അതിന്. അതോടൊപ്പം മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞത് ഫവൈദുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. ആരാ മുശ്രിക്കീങ്ങൾ? അല്ലദീന ലാ യുഅ്തൂന സകാത്ത് നൽകാത്തവരായ. ആ സകാത്ത് കേവലം സമ്പത്തിന് സകാത്തല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഹിയ തൗഹീദ് വൽ ഈമാൻ അല്ലദീ ബിഹി യസ്കുൽ ഖൽബ്, ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള തൗഹീദും ഈമാനുമാകുന്ന സകാത്ത്, അതാണ് ഈ പറഞ്ഞ സകാത്ത്. കാരണം മുശ്രിക്കീങ്ങൾക്ക് നാശം സകാത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ സകാത്ത് ശിർക്കിനെതിരായിട്ടുള്ള തൗഹീദാകുന്നുവെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈ സകാത്ത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലയും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അസ്ല് തൗഹീദാണ്. ശിർക്ക് വന്നാൽ എല്ലാം ബാത്തിലായി പോയി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക. നമുക്കെല്ലാം കാണാൻ പാടുണ്ടാവേണ്ടുന്ന ആയത്ത് സൂറത്തു ഏതാ കളട്ടമുക്കാണത്, വളയാക്കാൻ പറ്റില്ല. സൂറത്ത് സുമർ 39-ാമത്തെ അധ്യായം 65-ാമത്തെ ആയത്ത്. സൂറത്ത് സുമറിലെ 65-ാമത്തെ വചനം, നബിയെ താങ്കളാണെങ്കിലും ശരി ശിർക്ക് ചെയ്താൽ എല്ലാ അമലും ബാത്തിലായി പോകും. ആ ആയത്തിന് പ്രത്യേക ഒരു വരി ആകുള്ളൂ. ആ ഒരു ആയത്ത് മൊത്തം എടുത്താൽ ഒരു ഒന്നേക്ക വരി ഉണ്ടാവും. ഈ ആയത്തിൽ 7 പ്രാവശ്യമാണ് അല്ലാഹു ഉറപ്പിച്ച് പറഞ്ഞത്. 7 പ്രാവശ്യം തൗക്കീദ് ചെയ്ത് ഉറപ്പിച്ചാണ് അല്ലാഹു കാര്യം പറഞ്ഞത്. വലഖദ് ഊഹിയ ഇലൈക, വലഖദ് ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അറബിയിൽ അർത്ഥം ല, ഖദ് തീർച്ചയായും. അപ്പൊ 2 പ്രാവശ്യം ഉടനെ വന്നു. പിന്നെ ലഇൻ അസ്റക്ത, ലഇൻ ല തീർച്ചയായും, ലയഹ്ബതന്ന ല തീർച്ചയായും, യഹ്ബതന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, വലതകൂനന്ന ല തീർച്ചയായും, തകൂനന്ന ഇന്ന തീർച്ചയായും. 7 പ്രാവശ്യം തീർച്ചയായും എന്ന അർത്ഥമുള്ള പദം വെച്ചിട്ടാണ് അള്ളാഹു നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ അമൽ ബാത്തിലാവും. നബി ശിർക്ക് ചെയ്തല്ലോ. നബി ശിർക്ക് ചെയ്ത ഹറാമ് ചെയ്ത പാപ സുരക്ഷിതരാണ്. എന്നിട്ട് പോലും ഈ കാര്യം പറയുമ്പോൾ 7 പ്രാവശ്യം ഉറപ്പിച്ച് പറയും. മലയാള ഭാഷയിൽ അങ്ങനെ പറയാൻ കഴിയുന്നല്ലോ. മലയാളത്തിൽ അങ്ങനെ വാചകം പറയാൻ പറ്റും. 7 പ്രാവശ്യം ഉറപ്പിച്ചിട്ട് തീർച്ചയായും 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 7 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷപരമായിട്ട് അബദ്ധമായി വരും. അറബി ഭാഷ ഇതുണ്ട്. 7 പ്രാവശ്യം ഉറപ്പിച്ചിട്ടല്ല പറഞ്ഞു, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ എല്ലാ അമലും ബാത്തിലാകും, നിങ്ങൾ നട്ടക്കാരനായി മാറും. അപ്പൊ തൗഹീദാണ് ഒന്നാമത്തെ കാര്യം. സ്വർഗത്തിലേക്ക് എത്തണോ, ഈമാൻ ശരിയാവണം, രക്ഷപ്പെടണമോ, തൗഹീദ് ശരിയാവണം. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം ശിർക്കാണ്. തൗബ ഇല്ലെങ്കിൽ, തൗബ ഇല്ലാതെ മരിച്ചാൽ പൊറുക്കാത്ത പാപം, ബാക്കി എല്ലാം പുറത്തേക്കാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, റബ്ബിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതെല്ലാം ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല പുറത്ത് കൊടുക്കും. അപ്പോൾ റമദാനിൽ ഉറപ്പിക്കേണ്ട പാഠം തൗഹീദ് തന്നെയാണ്. നമുക്ക് ഇനിയിപ്പോൾ തൗഹീദ് പറയാൻ നമുക്ക് ബേജാറൊന്നുമില്ല എന്നല്ല. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒക്കെ തൗഹീദ് പ്രധാനമാണ്. സ്വർഗം ഹറാമാണ് ശിർക്ക് ചെയ്താൽ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ശിർക്ക് ചെയ്താൽ സ്വർഗം അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. അത്ര വെറുപ്പ് അല്ലാഹു തആലക്ക് ശിർക്കിനോട്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം തൗഹീദ്. ആ തൗഹീദ് ഉണ്ടെങ്കിൽ നിർഭയത്വം ഉണ്ടാകും. തൗഹീദ് ഉണ്ടെങ്കിൽ സമാധാനമുണ്ടാകും. ഒരു പടപ്പിനെയും പേടിക്കാനില്ല, ഒന്നിനെയും ഭയപ്പെടാനില്ല. റബ്ബിൽ തവക്കുലാക്കി റബ്ബിൻ്റെ ഖദാ-ഖദറിൽ വിശ്വസിച്ച് റബ്ബ് തന്നാൽ അതേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറപ്പോടുകൂടി
ഒരു തുമഅ്നീനത്ത്, ഒരു സമാധാനം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാനിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാകുന്നു അംന്, നിർഭയത്വമുള്ളത്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖൗമിനോട് ചോദിച്ചു, നമ്മിൽ ആർക്കാ നിർഭയത്വം, നിങ്ങൾക്കാണോ എനിക്കാണോ? അല്ല, ഓരെല്ലാത്തിനും പേടിച്ച് ജീവിക്കുക. ഇബ്രാഹിം നബിക്ക് അല്ലാഹനെ മാത്രം പേടിച്ചാൽ മതി, മറ്റൊന്നും പേടിക്കാനില്ല. ആ റബ്ബിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ഞാനാണോ? അതല്ല, ധാരാളം ദൈവങ്ങളെ സ്വീകരിച്ച നിങ്ങളാണോ? ആരാണ് നിർഭയത്വം? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, നമ്മിൽ ഏത് കൂട്ടർക്കാണ് നിർഭയത്വത്തിന് അവകാശമുള്ളത് എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അത്തൗഹീദ്. 10 കാര്യങ്ങൾ. 1 അത്തൗഹീദ്, തൗഹീദ് ശരിയാവുക. അതാണ് ഒരു ഖാഇദ. തസ്കിയത്തുൻ നഫ്സ്, നഫ്സ് ശരിയാവാനുള്ള ഒരു ഖാഇദ തൗഹീദ്. അപ്പോൾ തൗഹീദ് ഉണ്ടായാൽ നിർഭയത്വം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഓന് വല്ലാത്തൊരു സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹനെ മാത്രം ഭയപ്പെട്ട് മറ്റൊന്നിനും പേടിക്കാതെ ജീവിക്കുമ്പോൾ ഓന് വല്ലാത്തൊരു സ്ഥിരത ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ അവന് കിട്ടും. സ്വർഗം അവൻ്റെ അവകാശമായി കിട്ടും, നരകം അവന് രക്ഷപ്പെടാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദുആഉ മിഫ്താഹു സകാത്തിൻ നുഫൂസ്. നഫ്സുകളെ ശുദ്ധീകരിക്കാനുള്ള മിഫ്താഹ്, താക്കോല് പ്രാർത്ഥനയാണ്. തൗഹീദ് ഉണ്ടായാൽ മാത്രം പോരാ, ദുആ വേണം. മനസ്സ് ശുദ്ധീകരിക്കാനുള്ള താക്കോല് ദുആ ആണ്. അത് രണ്ടാമത് ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ്ദുആ. ദുആയേക്കാൾ പടച്ച റബ്ബിന്റെ അടുക്കൽ മഹത്വമുള്ള മറ്റൊന്നും തന്നെ ഇല്ല. അല്ലാഹുവിനെ ചോദിക്കുക അല്ലാഹുക്ക് ഇഷ്ടമാണ്. പടപ്പുകൾക്ക് ചോദിക്കൽ ഇഷ്ടമില്ല. പടപ്പുകൾക്ക് ചോദിക്കൽ ഇഷ്ടമില്ലല്ലോ. ഒരു വട്ടം ചോദിച്ചു, രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിക്കുമ്പോൾ ദേഷ്യം പിടിച്ചു. പിരിവ് എന്നാ പറയാം, ഇവിടെ എന്നും പിരിവാണ്, നീ പറ്റൂല അറിയും. എന്താ മനുഷ്യന്മാരെങ്ങനെയാണ് കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ അങ്ങനത്തെ ഏത് എന്നാലും ഒരു സംഗതി ചോദിച്ചു, ഇല്ല തരാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും ചോദിച്ചു, അപ്പോഴും ഇല്ലാന്ന് പറയും. മൂന്നാമത് ചോദിച്ചാൽ എന്നോട് പറഞ്ഞോട്ട് ഇല്ലാന്നത് പിന്നെ ചോദിക്കാൻ നിൽക്കണോ? അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. പടച്ച റബ്ബിനെ ചോദിക്കും തോറും ഇഷ്ടമാണ്, മനുഷ്യന്മാർക്ക് ചോദിക്കും തോറും വെറുപ്പാണ്. ഒരു കവി പറഞ്ഞു, അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനു ആദമ ഹീന യുസ്അലു യഗ്ളബു. പടച്ച റബ്ബിനോട് ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുക്ക് ദേഷ്യമാണ്. മനുഷ്യന്മാരാവട്ടെ ചോദിച്ചാൽ ദേഷ്യപ്പെടുകയാണ്. മനുഷ്യന്മാർ ചോദിച്ചാൽ ദേഷ്യം, അല്ലാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുക്ക് വെറുപ്പ്. അപ്പൊ ദുആയാണ് മിഫ്താഹ്. റബ്ബിന്റെ അടിമകൾ റബ്ബിലേക്ക് കൈനീട്ട അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എത്ര തെറ്റ് ചെയ്താലും, എങ്ങനെ അവൻ തോന്നിവാസിയായി ജീവിച്ചാലും, റബ്ബേ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ് അവനോട്. അപ്പൊ മിഫ്താഹാണ് താക്കോൽ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ദുആആണ്. ഫദ്ദുആഉ അഫ്ളലുൽ ഇബാദത്ത്. എല്ലാ ഇബാദത്തിനേക്കാളും ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ദുആ ആണ്. ദുആ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആവശ്യം നടക്കുക എന്നുള്ളത് മാത്രമല്ല, രോഗം സുഖപ്പെടുക, മുറാദ് ഹാസിലാകുക, അതുമാത്രമല്ല. എന്തുകൊണ്ടാണ് ദുആ അഫ്ളലുൽ ഇബാദത്തായത്? ദുആയിൽ നമ്മുടെ ദൗർബല്യം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. പടച്ച റബ്ബിന്റെ മഹത്വം, അവരുടെ ഇസ്സത്ത് അംഗീകരിക്കലാണ്. പടച്ച റബ്ബിന്റെ എല്ലാ നാമങ്ങളും എല്ലാ വിശേഷങ്ങളും അംഗീകരിക്കൽ ദുആയിലുണ്ട്. നമ്മൾ റബ്ബേ ഞാൻ ഒന്നുമല്ല, എൻ്റെ പക്കൽ ഒന്നുമില്ല, നിന്റെ റഹ്മത്താണ് എനിക്ക് വേണ്ടത് എന്ന അള്ളാഹിന്റെ മുമ്പിൽ നമ്മുടെ ദൗർബല്യത്തെ തുറന്നു പറയലാണ് ദുആ. ഉത്തരം എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഉത്തരം നമ്മൾ നോക്കേണ്ടതില്ല, അത് പടച്ച റബ്ബ് ഏറ്റെടുത്ത കാര്യമാണ്. അപ്പൊ അള്ളാഹിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യകത, നമ്മുടെ ദൗർബല്യം അതൊക്കെ സമ്മതിക്കലും പടച്ച റബ്ബിന്റെ ഖുവ്വത്തും ഖുദ്റത്തും അവന്റെ കഴിവും ശേഷിയുമൊക്കെ അംഗീകരിക്കലുമാണ് യഥാർത്ഥത്തിൽ ദുആ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദുആ ആണ് എല്ലാത്തിൻ്റെയും മിഫ്താഹ്. അബുൽ ഖാസിം അൽ മഗ്രിബി റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ. എല്ലാ നന്മയുടെയും താക്കോൽ ദുആ ആകും. അപ്പം മനസ്സ് ശുദ്ധിയാകണമെങ്കിൽ ദുആ ചെയ്യണം. നമ്മുടെ ഖൽബ് ശുദ്ധിയായി കിട്ടാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എല്ലാത്തിൻ്റെയും മിഫ്താഹ് ദുആ ആകുന്നുവെന്നാണ്. അല്ലാഹ് പറഞ്ഞ ഓഫറാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. റബ്ബ് പറയുന്നു, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം ചെയ്യാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ.
വലാകിൻ ഹമ്മദ് ദുആ. ഉത്തരം കിട്ടുമോ എന്നത് ഞാൻ നോക്കലില്ല. ഞാൻ പരിഗണിക്കുന്നത് ദുആ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ദുആ എന്നിട്ട് എന്താ കാര്യം? നമ്മൾ എത്ര ദുആയിരുന്നു, ഉത്തരമില്ലല്ലോ. അത് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മോടല്ല പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം. അതായത് ഞാനൊരിക്കലും ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഇജാബത്ത് ഉത്തരം കിട്ടുക എന്നത് അത് ഒരു ടെൻഷനായി ഞാൻ ഏൽക്കുന്നില്ല. ഞാൻ നോക്കല് ദുആ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഫൈദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅ. ദുആ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇജാബത്തിനൊപ്പമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്, ചോദിച്ചോളൂ തരാം. പക്ഷെ ചോദിച്ചിട്ട് ചില കാര്യം കിട്ടൂല, ചില കാര്യം കിട്ടൂല. ശരിയാണ്. അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? തരാൻ അല്ലാഹ്ക്ക് പറ്റാത്തതുകൊണ്ടല്ല. നമ്മളത് ചോദിച്ചത് നമുക്ക് ഖൈറാണ് എന്ന ധാരണയിലാണ്. പക്ഷെ പടച്ചോനറിയാം നമുക്കത് ഖൈറല്ല. അതുകൊണ്ട് അല്ലാഹ് തരൂല. നമ്മളുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് റബ്ബ് നൽകൂല. നമ്മൾ വിചാരിക്കും എന്താ ഞാൻ എത്ര ദുആയിരുന്നു റബ്ബ് തരുന്നില്ലല്ലോ. ഈ ദുആക്കളെ ഉത്തരമായിരിക്കാം ഒരു പക്ഷേ അത് കിട്ടാതൊക്കെയാണ്. രോഗം വന്നു, നമ്മൾക്ക് ദുആക്കാൻ പറഞ്ഞു, എല്ലാവരും ദുആയിരുന്നു, ഖുതുബയിൽ ദുആയിരുന്നു, ക്ലാസ്സിൽ ദുആയിരുന്നു, പലരോടും നമ്മൾ പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു, യാതൊരു കുറവുമില്ല. അപ്പോൾ നമ്മൾ തോന്നുന്നത് എന്താ ഇപ്പം എല്ലാവരും ദുആയിരുന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അല്ല, ആ രോഗം ചിലപ്പോൾ സുഖപ്പെടില്ല. ആ രോഗം കൊടുത്തതിൽ അല്ലാഹ്ക്ക് ചില ലക്ഷ്യം ഉണ്ടാവും. രണ്ട് നിലക്ക് രോഗം വരിക. ഒന്ന്, ശാരീരികമായ എന്തെങ്കിലുമൊക്കെ ചില തകരാറ് സംഭവിക്കുമ്പോൾ, വീണ് എല്ല് പൊട്ടി, അതൊരു ഒരു കാരണമാണ്. ഒരു ആക്സിഡൻ്റായി, അതൊരു കാരണമാണ്. നരമ്പിന് ഒരു പ്രശ്നം വന്നു, അതൊരു കാരണമാണ്. ശരീരത്തിൽ കേടുള്ളവരും ശരീരത്തിലേക്ക് എത്തി, അതൊരു കാരണമാണ്. ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ രോഗം വരും. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ച് കാണാം. അല്ലാഹു തആല ഒരു അടിമയെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അമല് കൊണ്ട് ഒരിക്കലും യോഗ്യത തെളിയിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ സ്വർഗം ഫ്രീ ആണ്, പക്ഷെ യോഗ്യത തെളിയിക്കണം. റേഷൻപടി പോയി കൈ വെച്ചു, എത്രയായിട്ട് റീഡ് ചെയ്യണില്ല. കാർഡ് ചുവപ്പ് തന്നെ, പക്ഷെ ഇതാണ് ഓക്കെ ആയെങ്കിലല്ലേ സാധനം കിട്ടുള്ളൂ. അള്ളാന്റെ കണക്കിൽ ഇവൻ സ്വർഗാവകാശിയാണ്, പക്ഷെ ഇവന് അമല് കൊണ്ട് യോഗ്യത തെളിയിച്ചിട്ടുമില്ല. അപ്പൊ അല്ലാഹു തആല അവന് പരീക്ഷണം നൽകും. സമ്പത്തിൽ, ശരീരത്തിൽ, സന്താനങ്ങളിൽ. അതിനവൻ ക്ഷമിക്കും. ആ ക്ഷമിച്ച അല്ലാഹ് കൂലി കൊടുക്കും. ആ കൂലി കൂടി ചേർത്തി വെക്കുമ്പോൾ പാസ്സായി. ഒരു പക്ഷെ അല്ലാഹ് രോഗം തന്നത് നമ്മെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കും. ഇതറിയാത്ത നമ്മൾ ഷിഫയാക്കണേന്ന് ഓർക്കുന്നു. ഇത് ഷിഫായാലോ ഓന് സ്വർഗമില്ലാതാവും. അപ്പോൾ ഓന് മീസാൻ ഭാരമേറാൻ മാത്രം കൂലി ആയി വരണം. അപ്പോൾ ചിലപ്പോൾ 10 കൊല്ലം കിടക്കേണ്ടി വരും, ചിലപ്പോൾ ജീവിതകാലം പുള്ളി കിടക്കേണ്ടി വരും. എന്നാലേ ഓന് യോഗ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ദുആന്നതിന് എന്താ കാര്യം? ഈ ദുആന്നതിനൊക്കെ കൂലി കിട്ടും, അതെന്തിക്ക് വരെ വെക്കും. ദുആന്നതിനും കിട്ടും കൂലി, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂലി ഇവനും കിട്ടും. അപ്പോൾ അതും ഇവന് അധിക ലാഭമാണ്. ഇതെല്ലാം കൂടി വെക്കുമ്പോൾ നന്മയുടെ ഭാഗം ഭാരമേറും, ഓൻ സ്വർഗത്ത് പോകും. ഇതറിയാത്ത സാധുക്കളായ നമ്മൾ ഷിഫക്കോട് കുറേ ദുആന്ന്, എല്ലാവരും ദുആന്ന്, എനിക്ക് ഷിഫല്ല, ഒരു സോക്കടും മാറിയില്ല. ചില ആളുകൾക്ക് മരിക്കുമ്പോൾ കാണാം ലോകം മൊത്തം പ്രാർത്ഥിച്ചു, പക്ഷേ വൃഥാവിലായി പോയി എന്നൊക്കെ പറയും. ഇല്ല, അപ്പം ഇജാബത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇജാബത്ത് അല്ലാഹ് ഏറ്റതാണ്. അത് ഓരോരുത്തർക്ക് എന്ത് ഇജാബത്ത് വേണ്ടി അല്ലാഹ്ക്കറിയാം. ഇബ്രാഹിം നബിക്ക് 90-ാമത്തെ വയസ്സിലാണ് കുട്ടിനെ കൊടുത്തത്. ആ കുട്ടിനെ ഇപ്പം ഒരു 30-ാം വയസ്സിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ഉഷാറ്. നമ്മളെ കണക്ക് നോക്കിയാൽ നല്ല ആരോഗ്യമുള്ള മണ്ടിച്ചാടി കാലത്തിൽ കുട്ടിനെ കിട്ടിയാൽ അതല്ലേ രസം. 90-ാമത്തെ വയസ്സിൽ അങ്ങേറ്റം പ്രായമായ കാലത്താണ് കുട്ടി ഉണ്ടാവുന്നത്. എന്താ അപ്പം അങ്ങനെ ആയത്? അല്ലാഹ്ക്കത് ചില ഉദ്ദേശങ്ങളുണ്ടാവും. അന്ന് മലക്കൾ വന്ന് പറഞ്ഞു സന്താനമുണ്ടാകാൻ പോകുന്നു. ഇബ്രാഹിം നബിയുടെ ഭാര്യ ചോദിച്ചു എന്നാണ്, യാ വൈലത്ത അഅരിദു അൻ അജൂസുൻ വഹാദാ ബഅലി ശൈഖ. എന്താ ഈ പറഞ്ഞു? ഞാൻ പ്രസവിക്കുകയോ, വാന അജൂസ്, ഞാൻ കിഴവിയായിരിക്കുന്നു, വഹാദാ ബഅലി ശൈഖ, എൻ്റെ ഭർത്താവിനാ പടുവൃദ്ധനുമാണ്. ഈ പടുവൃദ്ധനായ ഭർത്താവിനാൽ കിഴവിയായ ഞാനിനി ഗർഭിണിയായിട്ട് ഞാൻ പ്രസവിക്കാൻ പോവുകയോ, വല്ലാത്ത അത്ഭുതം തന്നെ. മലക്കൾ ചോദിച്ചെന്താ? അത്തഅജബീന മിൻ അംരില്ലാ, അള്ളാന്റെ കൽപ്പനയിൽ അത്ഭുതപ്പെടുകയാണോ? അല്ല കുട്ടിനെ കൊടുത്തു, 1 അല്ല 2 കൊടുത്തുനിന്ന് മാത്രം 2 ആൾ നബിമാരാക്കി. അതുമാത്രമല്ല, പിന്നെ വന്ന എല്ലാ നബിമാരും ഈ 2 മക്കളെ പരമ്പരയിലാണ്. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ 1000-ലേറെ പ്രവാചകന്മാർ വന്നു. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ 1000-ലേറെ അമ്പിയാക്കൾ, ഈസാ നബി വരെയുള്ള ബാക്കി നബിമാരൊക്കെ പിന്നെ വന്നത് ആ പരമ്പരയിലാണ്.
ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വന്നത്. അതിലും വലിയ ഭാഗ്യം എന്താ? അതാ നമ്മൾ ദുആ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, ഇബ്രാഹിം നബിക്ക് കുടുംബത്തിനും ചെയ്ത പോലെ. അത്ര വലിയ ഗുണമാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയത്. അപ്പോൾ 90-ാമത്തെ വയസ്സിൽ കുട്ടിനെ കിട്ടിയത് മാത്രമല്ല, ആ കുട്ടിയിലൂടെയാണ് ബാക്കി എല്ലാ ഖൈറും അല്ലാഹു നിശ്ചയിച്ചത്. അപ്പോൾ റബ്ബെന്താ തീരുമാനിച്ചത് നമുക്കറിയില്ല. ഇത് തിരിയാത്തവൻ എന്ത് ചെയ്യും? നമ്മൾ ഇത്ര വലിയൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അള്ളാഹിനെ ആക്ഷേപിച്ച് പിന്മാറിപ്പോകും. അതാ ഉമർ ഖത്താബ് പറഞ്ഞത്, ഇജാബത്ത് ഞാൻ ഏൽക്കിട്ടില്ല, ഞാൻ ഏറ്റത് ദുആന്റെ കാര്യമാണ്. ദുആ ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടോ എങ്കിൽ ഇജാബത്ത് അവിടെ ഉണ്ട്, അത് അള്ളാഹ് ഏറ്റതാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. എല്ലാ ഖൈറിൻ്റെയും താക്കോല് ദുആ ആകും. മുത്തർരിഫ് ഇബ്നു ശഖീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, തദക്കർതു മാ ജിമാഉൽ ഖൈർ, എല്ലാ ഖൈറും സംഗമിക്കുന്നത് എന്താണ് എന്ന് ഞാൻ കുറെ ആലോചിച്ചു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഖൈർ ഒരുപാടുണ്ട്. അദ്ദേഹം ഫൈലൽ ഖൈറു കസീർ, ഖൈർ ധാരാളമുണ്ട്. നോമ്പ്, നിസ്കാരം ഒക്കെ ഖൈറാണ്. പക്ഷെ ഇതെല്ലാം റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ കൈവശമുള്ള ഒന്ന് എനിക്കതാരും കഴിയൂലല്ലോ. അപ്പം പിന്നെ റബ്ബിനോട് ചോദിക്കേ പറ്റുള്ളൂ. എന്ത് ഖൈർ ചെയ്യണമെങ്കിൽ റബ്ബിന് തൗഫീഖ് വേണം, അല്ല ചെയ്യാൻ കഴിയില്ല. അള്ളാഹിൻ്റെ കയ്യിലുള്ള ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ലതാനും. അപ്പം പിന്നെന്താ വഴി? അള്ളാഹ് തരണം. അത് തന്നെങ്കിലോ റബ്ബിനോട് ചോദിക്കണം. ഫഇദാ ജിമാഉൽ ഖൈരി അദ്ദുആ. അപ്പം എനിക്ക് മനസ്സിലായി, എല്ലാ ഖൈറിൻ്റെയും സംഗമം ദുആ ആകും. അതാണ് അടിസ്ഥാനം. അതുകൊണ്ട് നബിതങ്ങൾ തസ്കിയത്തുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ. അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹ, എൻ്റെ നഫ്സിന് നീ തഖ്വ കൊടുക്കണേ അല്ലാഹ്. വസക്കിഹാ, എൻ്റെ നഫ്സിനെ സംസ്കരിക്കണേ, ശുദ്ധീകരിക്കണേ. അൻത ഖൈറു മൻ സക്കാഹ, ശുദ്ധീകരിക്കുന്ന നീയാണല്ലോ ഏറ്റവും ഖൈർ. നബിയാണ് ദുആ ചെയ്യുന്നത്. അപ്പം നഫ്സിനെ ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ വേണ്ടി നബിതങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യുന്നു എന്നർത്ഥം. അതുകൊണ്ട് ആ ദുആയാണ് അസ്ൽ. അതുകൊണ്ടാണ് നബിതങ്ങൾ ഖൽബുമായി ബന്ധപ്പെട്ട ഏറ്റവും മുഖ്യമായ പ്രാർത്ഥന. ഖൽബിൻ്റെ വിഷയത്തിൽ നബി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ഒന്നീ പറഞ്ഞ ദുആ ഏറ്റവും മുഖ്യമായി നബി ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് ഖൽബിൻ്റെ വിഷയത്തിൽ. ഏതാ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ. അതിൻ്റെ ഭാഗമാണ് ഈ തസ്കിയത്തിൻ്റെ ഭാഗം. ഖൽബിനെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് ഫിത്നകൾ എമ്പാടുമാണ്. ഓരോന്ന് കേൾക്കുമ്പോൾ അത് ശരിയാ തോന്നും. വാട്സപ്പിൽ വരും പല ഫിത്ന, പല ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾ തന്നെ പലതും പറയുമ്പോൾ അതിപ്പോൾ ശരിയാക്കാം, ഓരോന്ന് ചെറിയൊരു ഇളക്കം തട്ടും. എപ്പോഴും ഈ കൽബ് എന്ന വാക്ക് തന്നെ മറിയാനാണ്. കൽബ് എന്ന വാക്ക് മറിഞ്ഞു കൊടുക്കണം. കൽബ് എപ്പോഴും മറിയും. അതുകൊണ്ട് ആ പേരൊന്നു തന്നെ ഇൻകിലാബ് എന്നുള്ളതാണ്. ഇൻകിലാബ് സിന്ദാബാദിലെ അത് ഈ വാക്കാണ് ഇൻകിലാബ്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകൾ മാറി പുതിയ അവസ്ഥ വരണമെന്നാണ്. അത് ഇൻകിലാബ്. മാറി മറിയട്ടെ, എല്ലാം മാറ്റം വരട്ടെ, ആ ഇൻകിലാബ് സിന്ദാബാദ്. അപ്പോൾ കൽബിന് പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ മനുഷ്യ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതാണ് യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ കൽബിനെ എൻ്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണേന. അതുകൊണ്ട് കൽബിലെപ്പോഴും അള്ളാഹിനോടുള്ള ബന്ധവും ഉത്തരം കിട്ടുമെന്ന ബോധ്യവും അത് ഉണ്ടായിക്കൊണ്ട് അവൻ ദുആ ചെയ്യുന്നുവെങ്കിൽ ഇജാബത്തുണ്ട്. ഇജാബത്ത് അവനെ ഏൽപ്പിച്ചിട്ടില്ല, അത് നോക്കേണ്ടതില്ല. അവനെ ഏൽപ്പിച്ചത് ഉദ്ഉനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുന്നതാണ്. അത് ചെയ്യാതെ എന്താ ഉത്തരം കിട്ടാത്തത് ചോദിക്കാൻ അർത്ഥമില്ല. ഉത്തരം അല്ലാഹ് ഏറ്റു, അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല തസ്കിയത്ത് അതും റബ്ബിൻ്റെ കൈവശമാണ്. അതുകൊണ്ട് ആ തസ്കിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുക എന്നത് പ്രധാനം തന്നെയാണ്. എങ്കിലേ നമുക്കതിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഖുതുബയും, വെള്ളിയാഴ്ചത്തെ മുഴുവൻ ഖുതുബയിലും നബി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ. നമ്മളിവിടെ പറയില്ലേ എല്ലാ വെള്ളിയാഴ്ച? അത് ഖതീബിനും ഓർമ്മയില്ല, നമുക്ക് ഓർമ്മയില്ല, അങ്ങാണ്ട് പറഞ്ഞു പോകാം. നമ്മൾക്ക് കഴിഞ്ഞിട്ട് അവസാനം മലയാളം തുടങ്ങുമ്പോൾ നമ്മൾ ഖുതുബ തുടങ്ങിയതായിരിക്കുള്ളൂ. 500 ചിലാണ് ഖുതുബ നബി അടുത്ത വെള്ളിയാഴ്ച. അല്ലാത്ത ഉപദേശങ്ങൾ പറയുന്ന നടത്തി. നബിതങ്ങൾ എല്ലാ ഉപദേശത്തിലും പറഞ്ഞ കാര്യമാണ്. നബിതങ്ങൾ അഷ്റഫാക്കപ്പെട്ട നാവ് കൊണ്ട് 1000 പ്രാവശ്യമെങ്കിൽ നബി പറഞ്ഞ ഹദീസാണ്. 1000 വട്ടെങ്കിൽ
അതിലാണ് പറഞ്ഞത് എല്ലാ ബിദഅത്തും ളലാലത്താണ്, കുല്ലു ബിദഅത്തും ളലാല. 1000 പ്രാവശ്യം നബി ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ ചില ബിദഅത്ത് നല്ലതാണ്, നബി ഇങ്ങനെ പറഞ്ഞ പാടൊന്നും ഉണ്ടാവില്ല. 1000 തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യത്തെപ്പറ്റി ഇവിടെ പറയാ, അല്ല നല്ല ബിദഅത്തുണ്ട്, ചീത്ത ബിദഅത്തുണ്ട്. ആ ഹദീസിൽ പറഞ്ഞാണ്, അള്ളാഹുവേ നീ ഹിദായത്ത് നൽകിയാൽ പിന്നെ ളലാലത്താക്കുന്നവനില്ല, നീ ഹിദായത്ത് നൽകിയില്ലെങ്കിലോ ഹിദായത്ത് നൽകുന്നവനുമില്ല. അപ്പോൾ ഹിദായത്ത് റബ്ബിൻ്റെ പക്കലാണ്. നമ്മുടെ ഖൽബ് നന്നാകണമെങ്കിൽ പടച്ച റബ്ബ് തൗഫീഖ് നൽകിയേ പറ്റൂ. അതുകൊണ്ട് അതിനുള്ള ദുആ അതാണ് മിഫ്താഹ്. ഒന്നാമത്തെ കാര്യം തൗഹീദ്, രണ്ടാമത്തെ കാര്യം ദുആ, മൂന്നാമത്തെ കാര്യം അൽ ഖുർആൻ. തസ്കിയത്തിൻ്റെ സ്രോതസ് ഖുർആനാണ്, വഹയാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അത് വഹയിലൂടെ കിട്ടുന്ന അറിവാണ്, അല്ലാത്ത അറിവല്ല. ദീനിയായി ശർഈയായി അറിവിൻ്റെ സോഴ്സ് അള്ളാഹിൻ്റെ വഹയാണ്. അത് 2 വഹയാണ്, ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ഹദീസ്. വഹയിലൂടെ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അതാണ് നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. ആ ബസീറത്ത് ഏതാണ്? വഹയാണ്. ഞാൻ ക്ഷണിക്കുന്നത് ബസീറത്ത് പ്രകാരമാണ്, ഇൽമ് പ്രകാരമാണ്. അല്ലാത്തവൻ ക്ഷണിക്കണം അതാണ് അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവൻ. ആ സോഴ്സ് ഖുർആനാണ്. അതുകൊണ്ട് തസ്കിയത്ത് കിട്ടണമോ ഖുർആനുമായി ബന്ധമുണ്ടാകണം. തൗഹീദൊക്കെ ഉണ്ട്, പക്ഷേ ഖുർആനുമായിട്ട് ബന്ധമില്ല, തസ്കിയത്ത് കിട്ടില്ല. അല്ലാഹ് ഖുർആനെ പറ്റി പറഞ്ഞതാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹം നൽകിയിരിക്കുന്നു. അവർക്ക് അവരിൽ നിന്ന് റസൂലിനെ പറഞ്ഞയച്ചു. ആ റസൂൽ ചെയ്ത പണി യത്ലു അലൈഹിം ആയാതിഹി, റബ്ബിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു, വയുസക്കിഹിം, അവരെ സംസ്കരിക്കുന്നു, തസ്കിയത്ത് ചെയ്യുന്നു. അപ്പോൾ തസ്കിയത്തിൻ്റെ അടിസ്ഥാനം ഖുർആനാണ്. മനുഷ്യന് 2 പോരായ്മ മനുഷ്യന് അസ്ലിയായിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ബേസിക്കലായി 2 പോരായ്മ ഉണ്ട്. ഒന്ന് ജഹല്, അറിവില്ലായ്മ. ദുനിയാവുക്ക് വരുമ്പോൾ ഒരു അറിവ് നമുക്കുണ്ടാവില്ല. ബാക്കി ഏത് ജീവിയും ദുനിയാവുക്ക് വരുമ്പോൾ ചില അറിവും കൊണ്ടാണ് വരിക. ഒരു കോഴിക്കുട്ടി വരെ മനുഷ്യൻ ജനിക്കുമ്പോൾ ഒന്നും അറിയാം, കരയാൻ മാത്രം പറ്റും, വേറെ ഉമ്മാനും പാപ്പാനും വരെ അറിയാതെയാണ് ഒരു മനുഷ്യൻ ജനിച്ചു വരിക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിലാകുന്നു. അപ്പോൾ ജഹ്ല് മനുഷ്യന് അസ്ലുള്ളതാണ്, ളുൽമ് മനുഷ്യന് അസ്ലുള്ളതാണ്. ഇന്നഹു കാന ളുലൂമൻ ജഹൂല എന്നല്ല പറഞ്ഞു. മനുഷ്യൻ ളുലൂമാണ്, ജഹൂലാണ്. ഈ ളുൽമ് ഇല്ലാതാക്കാൻ തസ്കിയത്ത് വേണം, ജഹ്ല് ഇല്ലാതാക്കാൻ അറിവും വേണം. അറിവ് കിട്ടണമെങ്കിൽ വഹി വേണം, ഖുർആൻ ഹദീസും വേണം. അത് അല്ലാഹ് നമുക്ക് അനുഗ്രഹം നൽകി റസൂലിനെ പറഞ്ഞയച്ചുകൊണ്ട്. ആ റസൂൽ ചെയ്ത പണി യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കിതാബിനെ കൂടെ ഹിക്മത്ത് പറഞ്ഞാൽ ഹിക്മത്തിന് അർത്ഥം സുന്നത്താണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കിതാബുൽ റിസാലയിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ കിതാബിൽ എവിടെയെല്ലാം കിതാബിനെ കൂടെ ഹിക്മത്ത് പറഞ്ഞോ അതൊക്കെ സുന്നത്താണ്. അപ്പം നബിതങ്ങൾ ചെയ്ത പണി ഖുർആൻ്റെ ആയത്ത് ഓതി കൊടുക്കുന്നു, വയുസക്കീഹിം, ശുദ്ധീകരിക്കുന്നു, വയുഅല്ലിമുഹും, പഠിപ്പിച്ചു കൊടുക്കുന്നു, അൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഇതാണ് തസ്കിയത്തിൻ്റെ അടിസ്ഥാനം. നബിയുടെ ഖുത്ബയെ പറ്റി പറഞ്ഞതാണ്, യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ആയത്ത് ഓതി കൊടുക്കുക, ഉത്ബോധിപ്പിക്കുക. അപ്പോൾ ഖുർആനാണ് തസ്കിയത്തിൻ്റെ മർജിഅ്, അതിൻ്റെ അടിസ്ഥാന സ്രോതസ്. ആ സ്രോതസ് എന്നല്ലാതെ തസ്കിയത്ത് കിട്ടില്ല. അതുകൊണ്ട് തസ്കിയത്തിന് വേണ്ടി മറ്റു പല വഴികളും ആളുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അതൊന്നും തസ്കിയത്തിൻ്റെ വഴിയല്ല. പിഴച്ചു പോയ സംഘങ്ങളൊക്കെ തസ്കിയത്തിന് മറ്റു വഴികൾ സ്വീകരിച്ചവരാണ്. ത്വരീഖത്ത് തസ്കിയത്തിൻ്റെ വഴി എന്താണ്? ഷെയ്ഖിനത്ത് പോയി വയ്യത്ത് ചെയ്ത് ഷെയ്ഖ് പറഞ്ഞ പോലെ ചെയ്യാം. അത് തസ്കിയത്തിന് അല്ലാഹ് നിശ്ചയിച്ച വഴിയല്ല. അല്ലാഹ് നിശ്ചയിച്ച വഴി അല്ലാഹുവിൻ്റെ കിതാബാണ്, റസൂലിൻ്റെ സുന്നത്താണ്. അതിൽ നിന്ന് മാത്രമേ ശരിയായ തസ്കിയത്ത് കിട്ടുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ളമിനല്ലാഹു ലിമൻ ഇത്തബഅൽ ഖുർആന അല്ലാ യദില്ല ഫിദ്ദുനിയ വലാ യഷ്ഖാ ഫിൽ ആഖിറ. അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു, ഖുർആൻ ഒരാൾ പിൻപറ്റാൻ തയ്യാറുണ്ടോ എങ്കിൽ ദുനിയാവിൽ അവന് വഴിതെറ്റുകയില്ല, പരലോകത്ത് നഷ്ടപ്പെടുകയുമില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്ന ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. എൻ്റെ ഹുദയെ പിൻപറ്റിയാൽ ഫലാ യദില്ലു, അവൻ പിഴക്കുകയില്ല, വലാ യഷ്ഖാ, പരാജയപ്പെടുകയുമില്ല. അപ്പോൾ ഖുർആൻ പിൻപറ്റിയാൽ ളലാലത്തിലാവൂല, ഖുർആൻ പിൻപറ്റിയാൽ പരലോകത്ത് പരാജയപ്പെടുകയുമില്ല. അതിന് മറുവശം എന്താണ്?
ഖുർആൻ എല്ലാത്തിനെ പിൻപറ്റാൽ ളലാലത്തിലാകും, പരലോകത്തവൻ നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനെ പറ്റി അല്ലാഹു പറഞ്ഞാണ്, ജനങ്ങളെ നിങ്ങൾക്കിതാ റബ്ബിൽ നിന്ന് ഉപദേശം വന്നിരിക്കുന്നു. മൗഇദത്ത് വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങൾ ഹൃദയങ്ങളിലുള്ളതിനെല്ലാം ശിഫയാണ്. കുഫറിന്, നിഫാഖിന്, ശിർക്കിന്, ശക്കിന് എല്ലാം ഉള്ള ശിഫയാണ് ഖുർആൻ. വഹുദം വറഹ്മ, ഹുദയാണ്, റഹ്മത്താണ്. അവിടെ ഖുർആനാണ് തസ്കിയത്തിന്റെ അസ്ൽ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുർആനു ഹുവ ശിഫാഉ താം, ഖുർആനാണ് പരിപൂർണമായ ശിഫ, പരിപൂർണമായ ശമനം ഖുർആനാണ്. മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യതി വൽ ബദനിയ്യതി വഅദ്വാഇ ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ രോഗങ്ങൾക്കും, ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും എല്ലാമുള്ള പരിപൂർണ ശിഫ ഖുർആനാണ്. ആ ഖുർആനെ പിൻപറ്റിയാൽ പിന്നെ ഒന്നും വരാനില്ല. അത് പിൻപറ്റുക, അത് ജീവിതത്തിൽ പാലിക്കുക, അത് പ്രകാരം അമൽ ചെയ്യുക, അത് പ്രകാരം ജീവിക്കുക. അതിൽ ശമനമില്ലാത്ത ഒന്നുമില്ല, എല്ലാത്തിനും ശമനമുണ്ട്. ടെൻഷൻ മാറാൻ അത് മതി, ടെൻഷൻ മാറാൻ ഖുർആൻ പ്രകാരം ജീവിച്ചാൽ മതി. ഏതു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശുദ്ധ ഖുർആനാകുന്നു. പക്ഷേ അല്ലാഹു പറഞ്ഞ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, ഓതേണ്ട ക്രമപ്രകാരം ഓതണം എന്നാണ്. വെറുതെ ഓതിപ്പോയാൽ ശിഫാവുകയില്ല, ഓതേണ്ട ക്രമപ്രകാരം ഓതണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളൊക്കെ 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് ജീവിതത്തിൽ പാലിക്കും, എന്നിട്ട് അടുത്ത 10 പഠിക്കലുള്ളതാണ്. 10 ആയത്ത് പഠിക്കുക, അത് അമൽ ചെയ്യുക, ശേഷം അടുത്ത 10 പഠിക്കുക, അത് അമൽ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പഠിച്ചത്. അതിനാൽ ഫതഅല്ലംനൽ ഖുർആന വൽ അമല ബിഹി ജമീഅ, ഞങ്ങൾ ഖുർആനും പഠിച്ചു, അതിനെ കൂടെ അമൽ ചെയ്യാനും പഠിച്ചു. ഖുർആൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് അമൽ ചെയ്യാനും പഠിച്ചു. നമ്മുടെ നാട്ടിൽ തിരിച്ചാൽ മതി, രണ്ടെല്ലാം കൂടെ ഇഫ്ലാവും ആഫിലാവും. പക്ഷെ ഒരു ആയത്ത് പോലും ജീവിതത്തിൽ പഠിക്കാൻ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ജാടത്തിന് വരുമാനത്തിട്ട് അടുത്ത ഇഫ്ല കോളേജ് ഉണ്ട്. അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് ജീവിതത്തിൽ പഠിക്കാൻ ആവശ്യമൊന്നുമില്ല, ജീവിതത്തിൽ പഠിക്കാൻ ആവശ്യം കാണാപ്പണം പഠിക്കാൻ. എന്നാൽ ജാടത്തിന് വരുമാനത്താണ് ഖുർആൻ അർത്ഥം പഠിപ്പിക്കാൻ കഴിയുമോ? അത് കഴിയൂല. അപ്പോൾ ജാടം വിളിച്ചുകൊണ്ടിരുന്നു. ഇത് ആ വരുമാനം കൊണ്ടും തഹ്ഫീദ് ഖുർആൻ നടത്താൻ കാരണം എന്താണ്? ഇത് കേവല പലായനമാണ്, അത് മനസ്സിനെ സ്വാധീനിക്കൂല. അതാണ് ഹഖ്ക തിലാവത്ത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയും, ഫുദൈൽ ഇബ്നു ഇയാദ് വലിയ പണ്ഡിതനാണ്, താബിഇയാണ്, പ്രഗത്ഭനായ ആലിമാണ്. അദ്ദേഹം പറയാണ്, ഇന്നമാ നസല ഖുർആനു ലിയുഅമല ബിഹി ഫത്തഖദ الناس ഖിറാഅതഹു അമല. ഖുർആൻ അല്ലാഹ് ഇറക്കിയത് അമൽ ചെയ്യാനാണ്, പക്ഷെ ആളുകൾ അത് ഓതൽ അമലാക്കി മാറ്റി. അല്ലാഹ് ഇറക്കിയത് എന്തിനാണ്? അമൽ ചെയ്യാൻ. അത് മറന്നു. ഇപ്പം അമലെന്താ വെച്ചാൽ ഇത് ഓതാന്ന്, അതാണ് ഇപ്പം ആകളുടെ അമല്. അത് പറ്റൂലാന്ന്, അതല്ല ശരിയായ ഖിറാഅത്ത്. അപ്പം അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക, അതാണ് ഹഖ്ക തിലാവത്ത്, ക്രമപ്രകാരമുള്ള തിലാവത്ത് എന്ന് പറഞ്ഞത് അതാകുന്നു. അപ്പം മൂന്നാമത്തെ കാര്യം അതാണ്, ഖുർആനുമായുള്ള ബന്ധം. അത് പഠിക്കുക, അർത്ഥം പഠിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൻ്റെ ആ ഖുർആന പ്രകാരം ക്രമീകരിക്കുക. ഇതാണ് മൂന്നാമത്തെ തസ്കിയത്തിൻ്റെ വഴി. ഒന്ന് തൗഹീദ്, 2 ദുആ, 3 ഖുർആൻ. ഉറക്കമരാക്കാൻ നല്ല അടുക്കെങ്കിൽ പറഞ്ഞാൽ, പക്ഷേ ഞാൻ മാത്രം പറയാം, നിങ്ങളിങ്ങനെ കേട്ടുന്നാൽ ഉറങ്ങാൻ എളുപ്പമുണ്ടാവും. എപ്പോഴാണ് നിർത്തുന്ന ക്ലാസ്? മടുത്താ പറഞ്ഞാൽ മതി. പിന്നെ അൽ ഖാഇദത്തുർ റാബിഅ, 4ാമത്തെ ഖാഇദ, ഇത്തിഖാദുൽ ഉസ്വതി വൽ ഖുദ്വ, നല്ല മാതൃകകളെ സ്വീകരിക്കുക. നല്ല മാതൃകകൾ, നല്ല ബന്ധങ്ങൾ, നല്ല മനുഷ്യന്മാരുടെ ഇടപാടുകൾ, നല്ല ചങ്ങാത്തങ്ങൾ, അത് തസ്കിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. തൗഹീദൊക്കെ ഉണ്ടായിക്കാണ്ട് ഏതെങ്കിലും പിന്നെ തോന്നേനെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. നല്ല മാതൃക, അത് ഏറ്റവും മികച്ച മാതൃക ഏതാണ്? റസൂലിൻ്റെ മാതൃക. നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഒന്നാമത്തെ നമ്മുടെ മാതൃക നബിയാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നബി പറഞ്ഞിട്ടുണ്ടോ, നബി ചെയ്തിട്ടുണ്ടോ, നബി അംഗീകരിച്ചിട്ടുണ്ടോ, നബി അത് പാടില്ല പറഞ്ഞിട്ടുണ്ടോ, അത് നോക്കി ചെയ്യാം. അതാണ് മാതൃക. ഒന്നാമത്തെ മാതൃക നബിയുടെ മാതൃക. നബിയുടെ വാക്കിൽ, പ്രവൃത്തികളിൽ, നബിയുടെ എല്ലാ അവസ്ഥയിലും നബി തങ്ങളെ പിൻപറ്റുക എന്നതാണ് ഒന്നാമത്തെ മാതൃക. അള്ളാഹുവിന് സ്നേഹമുണ്ടോ തെളിവാണ് നബിയെ പിൻപറ്റുക.
ഹസൻ ബസ്രി പറയാം, ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമാണ്. അപ്പം അള്ളാഹ് ആയത്തുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹ് ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അള്ളാഹ് ആയത്തിറക്കി, ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി. നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ. അപ്പം അള്ളാഹിന് ഇഷ്ടമുണ്ടോ എന്ന തെളിവാണ് നബിയെ പിൻപറ്റുന്നുണ്ടോ എന്ന്. ആ മാതൃക സ്വീകരിക്കുന്നുവെങ്കിൽ അവിടെ അള്ളാഹിന് ഇഷ്ടമുണ്ട് എന്നാണ്. അതോടൊപ്പം നല്ല മാതൃകകൾ നൽകാൻ പറ്റുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, കാലഘട്ടം ഓരോന്നും മുന്നോട്ട് പോകും തോറും വഴികേടുകൾ ധാരാളമായി വരും. ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഫിത്നയും ഫസാദും കൂടി വരും. അവരൊക്കെ തെറ്റായ പല വഴികളും കാണിച്ചു തരും. ഈ വഴിയാണ് നല്ലത്, ഈ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും മനുഷ്യനെ തസ്കിയത്ത് നൽകുന്ന വഴികളല്ല. നബിതങ്ങളുടെ മാതൃകയാണ് തസ്കിയത്തിൻ്റെ മാതൃക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, തസ്കിയത്തുൻ നുഫൂസ് അസ്അബു മിൻ ഇലാജിൽ അബ്ദാനി വഅശദ്. ശരീഅത്ത് ചികിത്സിക്കുന്നതിനേക്കാളും പ്രധാനമാണ് നഫ്സിനെ ശുദ്ധീകരിക്കൽ. ശരീഅത്തിനെ ട്രീറ്റ് ചെയ്ത് കേട് തീർക്കുക അതിലേറെ ഗൗരവമുള്ള, അതിലേറെ പ്രയാസമുള്ള കാര്യമാണ് നഫ്സിനെ ശുദ്ധീകരിക്കൽ. അതിനുള്ള ഏക മാർഗം നബി തങ്ങൾ കൊണ്ടുവന്ന മാർഗം മാത്രമാണ്. അദ്ദേഹം പറയാണ്, ചില സൂഫികൾ അവർ തസ്കിയത്തിന് വേണ്ടി കുറേ പല വഴികളുണ്ട്. റിയാദകൾ, മുജാഹദകൾ എന്നൊക്കെ പറയുന്നത് സൂഫിൻ്റെ മാർഗമുണ്ട്. റിയാദകൾ എന്നൊക്കെ പറയൂലേ, ഒന്നാകെ 7 ദിവസം ഒന്നാകെ മുണ്ടാതെ തീർക്കുക, ഒരു ശുദ്ധീകരിക്കാത്ത പണിയാണ്. 7 ദിവസം ഒന്നാകെ പോയിട്ട് ഒരു അക്ഷരം മുണ്ടാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് തസവുഫിലെ ത്വരീഖത്തിലെ റിയാദകൾ. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊല്ല് മുതലായി 3 കാത്തോവർ എന്ന് മുഹീദ്ദീൻ മാലിക് കാണാം. ഒരു കാലം വന്നിട്ട് ഖത്തം ഓതി തീർത്തു, അത് തസ്കിയത്തിന് ഒരു കണ്ട വഴിയാണ്. ഒറ്റക്കാലം നിൽക്കുന്നത് ഒരു ഖത്തം ഓതി തീർക്കുക, അത് മനസ്സ് ശുദ്ധിയാവുന്നതാണ്. ഇബ്നു ഖയ്യിം പറയാ, ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വയം ചികിത്സിക്കുന്നവനെ പോലെയാകുന്നു. ഒരു രോഗം വന്നു, അതിനിപ്പോൾ ഡോക്ടറൊന്നും വേണ്ട, ഹോസ്പിറ്റലൊന്നും വേണ്ട, അതിപ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവനാൻ ചികിത്സിച്ചാൽ എന്താ ഉണ്ടാകുക? രോഗം മാറില്ല ചെയ്യുക, രോഗം ഓവറാകെ ചെയ്യുക. ആ പണിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അവരൊരു വഴി ഉണ്ടാക്കുക, ഈ വഴി സ്വീകരിച്ചാൽ മതി മനസ്സ് ശുദ്ധിയാവാൻ. അത് പറ്റൂല. മനസ്സ് ശുദ്ധിയാവാനുള്ള വഴി അല്ലാഹ് പറയണം, റസൂൽ ചെയ്ത് കാണിക്കണം. ആ റസൂലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റിയാദുണ്ടോ? ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലേ സ്വീകാര്യമല്ല. അപ്പം അങ്ങനത്തെ റിയാദകളല്ല ത്വരീഖത്തിൻ്റെ വഴിക്ക് പോയാൽ. അതേപോലെ മറ്റു പിഴച്ച ഷിയാക്കൾ, ഖവാരിജുകൾ അവരൊക്കെ ചെയ്യുന്ന വഴികൾ അതൊക്കെ സ്വയം നിർമ്മിത ചികിത്സാ രീതികളാണ്. അതൊരിക്കലും രോഗത്തിന് ശമനം നൽകുകയില്ല. ഇന്ന് അദ്ദേഹം പറയാം, ഫർറുസുലു അതിബ്ബാഉൽ ഖുലൂബ്. കൽബിൻ്റെ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരാണ്. മനസ്സ് ശുദ്ധീകരിക്കണം, അതിനുള്ള വൈദ്യന്മാർ പ്രവാചകന്മാരാണ്. അവരെന്താണോ പറഞ്ഞത് ആ വഴി സ്വീകരിക്കുക, അപ്പോഴേ അതിന് ട്രീറ്റ്മെൻ്റ് ആവുകയുള്ളൂ. അല്ലാതെ ആര് ചികിത്സിച്ചാലും അതൊക്കെ തെറ്റായ വഴിയായിട്ടേ മാറുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത അമൽ ആരെങ്കിലും ചെയ്താൽ തള്ളപ്പെടേണ്ടതാണ്. അത് കൊള്ളൂല, അത് തള്ളേണ്ടതാണ്, കാര്യമില്ല. അതൊരിക്കലും നേട്ടമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇമാം സുഫ്യാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇമാം ഷാഫിയുടെ ഒക്കെ കാലക്കാരനാണ് സുഫ്യാൻ ബിൻ ഉയൈന. അദ്ദേഹം പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ. ഏറ്റവും വലിയ അളവുകോൽ റസൂലാണ്, ഏറ്റവും വലിയ തുലാസ് മീസാൻ റസൂലാണ്. ഫഅലൈഹി തുറദുൽ അഷ്യാ. ഏത് കാര്യം നബിയുമായി കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. അളവ് ശരിയാണോ അളന്ന് നോക്കാനുള്ള സ്കെയില് നബിയാണ്, തൂക്കം ശരിയാണോ നോക്കാനുള്ള തുലാസ് നബിയാണ്. അതുകൊണ്ട് സ്വഭാവമാകട്ടെ, നടപടിക്രമങ്ങളാവട്ടെ, ഏതാണ് നബിയുമായി തട്ടിച്ചു നോക്കുക. ഫമാ വാഫഖഹ ഫഹുവൽ ഹഖ്. നബിയോട് യോജിക്കുന്നുവെങ്കിൽ അത് ഹക്കാണ്. വമാ ഖാലഫഹ ഫഹുവൽ ബാത്തിൽ. യോജിക്കുന്നില്ലെങ്കിലോ അത് ബാത്തിലുമാണ്. എന്ത് കാര്യവും ശരിയാണോ അല്ല അറിയാൻ നബിയുമായി അതിന് താഴ്ന്നു. അതാണ് നബിയാണ് ഖുദ്വത്തുൻ ഹസന. അതുകൊണ്ട് തസ്കിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവൻ ശീലിക്കേണ്ട ഒന്ന് ഇത്തിബാ, നബിയെ പിന്തുടരാൻ ശീലിക്കണം. അപ്പം നബിയുടെ ശീലങ്ങളെ പഠിക്കുക, നബിയുടെ അധ്യാപനങ്ങളെ പഠിക്കുക, നബി എന്താ പറഞ്ഞത് പഠിക്കുക, അതുപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ശീലം, പരിശീലനം, അതാണ് തസ്കിയത്തിൻ്റെ ഒരു വഴി. പിന്നെ ആ മാർഗം സ്വീകരിച്ചു തന്ന ആളുകളെ മാതൃകയായി സ്വീകരിക്കുകയും ചെയ്യാം. അത് ഇതിനോട് പിന്നെ താപിയായിട്ട് മാത്രമേ ഉണ്ടാവൂ. എത്ര വലിയ ആളാണെങ്കിലും നബി പറഞ്ഞ അപ്പുറം പറഞ്ഞാൽ സ്വീകാര്യമല്ല. നബി പറഞ്ഞത് ഇവർ പറഞ്ഞെന്നാൽ സ്വീകരിക്കാം. അപ്പം ഈ മാതൃകകൾ പോലും നിരുപാധികമല്ല. നിരുപാധിക മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വേറെ ആരെ പറ്റി പറഞ്ഞില്ല.
നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുമാരാണ് നമ്മുടെ മാതൃക. അതാണ് 4ാമത്തെ ഖാഇദ. 1 തൗഹീദാണ്, 2 ദുആ ആണ്, 3 ഖുർആനാണ്, 4 ഖുദ്വത്ത് നല്ല മാതൃകകൾ, റസൂലിന്റെ ചര്യ പിൻപറ്റൽ. 5ാമത്തെ കാര്യം തഖ്ലിയത്തും വതഹ്ലിയ എന്നാണ്. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, എടുത്തണിയേണ്ടത് അണിയുക. തസ്കിയത്തിന്റെ മാർഗമാണ്. ചിലതൊക്കെ ഒഴിവാക്കേണ്ടത് തിന്മകൾ, തോന്നിവാസങ്ങൾ, പാപങ്ങൾ, ഹറാമുകൾ, കുഫർ, ശിർക്ക് അടക്കമുള്ളത് ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കിയാൽ മാത്രം പോരാ, പകരം അണിയേണ്ട പലതുമുണ്ട്. ഈമാന്, തഖ്വ, അതേപോലെ നിസ്കാരം, നോമ്പ്, ത്വാഅത്ത്, ഇബാദത്ത്, ഇൽമ്, ഇതൊക്കെ എടുത്തണിയേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും വേണം, എടുത്തണിയേണ്ടത് അണിയുകയും വേണം. അപ്പം പാപങ്ങൾ അതൊക്കെ ഒഴിവാക്കുക, അതേപോലെ നന്മകളൊക്കെ പ്രാവർത്തികമാക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്ത ഖതീഅ, ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ നുകിതത് ഫിൽ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഹൃദയം എന്നത് തെളിഞ്ഞ കണ്ണാടി പോലെയാണ്, നല്ല തെളിഞ്ഞൊരു കണ്ണാടി, അതാ മനുഷ്യന്റെ കൽബ്. ആ കണ്ണാടിയിൽ ചെറിയൊരു കറുത്ത പുള്ളി, ഒരു തുരുമ്പ്, അതാണ് പാപം. പാപം ചെയ്യുമ്പോൾ കൽബിൽ ഒരു പുള്ളി വീഴും. ആ പുള്ളി വീണു തെറ്റുന്നവൻ പിന്മാറി ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്തു എങ്കിൽ കൽബ് ശുദ്ധിയായി. ഒരു കറുത്ത പുള്ളി വീണ അപ്പം തന്നെ അതാണ് തുടച്ച് മിനുക്കി വൃത്തിയാക്കിയാൽ അത് കഴിഞ്ഞു. അത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കറുപ്പ് ഇങ്ങനെ കൂടി വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് ഒന്നും പറ്റില്ല, അന്നാകെ കറുത്തിലുണ്ട്, പിന്നെ നോക്കാൻ പറ്റാത്ത കൊളുത്തായിട്ടുണ്ടാവും. മനുഷ്യന്റെ കൽബ് അങ്ങനെയാണ്. തെറ്റ് ചെയ്താൽ ആ തെറ്റവിടെ കറുത്ത പുള്ളിയായി വരും. അങ്ങനെ അവൻ തെറ്റ് ആവർത്തിച്ചാലോ സീദ ഫീഹാ, ഈ പുള്ളി കൂടി വരും. ഹത്താ തഅലുവ ഖൽബ, അങ്ങനെ കൽബിനെ മൊത്തം ഈ കറണ്ട് പിടിച്ച് ആകെ മൂടിക്കളയും. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു പറഞ്ഞല്ലോ, ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മുടെ കൽബിൽ കറ പിടിച്ചിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞത് എന്ന് നബി തങ്ങൾ ആയത്തോതി പഠിപ്പിക്കുക. അപ്പൊ തെറ്റുകൾ ചെയ്യുമ്പോൾ കൽബ് കറുപ്പ് വരുന്നുണ്ട്. തെറ്റ് കൂടുന്തോറും ആ കറുപ്പ് കൂടി വരും. തെറ്റുകൾക്ക് പ്രത്യേകത ഉണ്ട്. തെറ്റ് ഒന്നിനെ പിറകെ രണ്ടാമത്തെ വരുന്നതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബുണ്ട് അൽ ജവാബുൽ കാഫി എന്ന പേര്. അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിദ് ദവാഇ ശാഫി അൽ മുസമ്മ ബിദ്ദാഇ വദ്ദവാ എന്നാണ് മുഴുവൻ പേര് കിതാബിന്റെ. അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റുകൾ പെറ്റുപെരുകുന്നതാണ്. തവാലുദുൽ മആസി, തെറ്റ് ചെയ്താൽ അതിന് പിറകെ അടുത്ത തെറ്റ് വരും, പിന്നെ അടുത്തത് വരും. ഒന്നാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. പിന്നെ അതങ്ങനെ ശീലമായി മാറും. പിന്നെ കളവ് പറയാൻ പാടില്ല, പിന്നെ മനുഷ്യന്മാരെ പറ്റിക്കാൻ പാടില്ല. അതങ്ങനെ ശീലിച്ചു പോയി. അതെന്താ, കൽബ് കറുത്തു പോവുകയാണ്. പിന്നെ ഉപദേശം കയറൂല, ആയത്ത് ഹദീസുകളൊന്നും കൽബ് കയറൂല. എത്ര നല്ല ഖുതുബ കേട്ടാലും ഓരോ പ്രത്യേകിച്ചൊന്നും തോന്നൂല. കുറച്ച് കഴിയുമ്പോൾ പറയും, ഇനി നമ്മൾ ഖത്തീബിനെ മാറ്റാം, കുറേ കാലം കയറി, കുറേ കാലം ഇങ്ങനെ ഖത്തീബിനെ മാറ്റാം. നമ്മൾ മാറാന്നറിയില്ല, ഇനി ഖത്തീബിനെ മാറ്റും. മൂപ്പര് എത്ര കാലമായി എന്നാ പറയാ. എന്താണ് കയറില്ല. മൂപ്പര് എങ്ങനെ ഒരുങ്ങി വന്നാലും എത്ര ഉത്സാഹമായി പറഞ്ഞാലും നമ്മൾ കുറേ കേട്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കുക. കൽബ് കറ വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ കറ വരുമ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കി തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. അതാണ് തസ്കിയത്തിന്റെ ഒരു മാർഗം. അല്ലെങ്കിൽ ആ കൽബ് കറുത്തിലുണ്ട് പോകുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, തസ്കിയത്ത് ലഭിക്കണമെങ്കിൽ ഷർറുകൾ ഒഴിവാക്കണം. ഷർറ് ഒഴിവാകുമ്പോൾ തസ്കിയത്ത് ലഭിക്കുകയുള്ളൂ, അല്ലാതെ കിട്ടൂല എന്നാണ്. അതുകൊണ്ട് ഈമാന് വേണം, അമൽ സ്വാലിഹത്ത് വേണം, തിന്മകൾ ഇല്ലാതിരിക്കണം. തൗഹീദുണ്ട്, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ തെറ്റ് ചെയ്യുന്നുമുണ്ട്, തസ്കിയത്ത് ഉണ്ടാവില്ല. ആ തെറ്റവിടെ കറയായി കിടക്കുന്നുണ്ടാവും. ഖുർആൻ അങ്ങനെ ഓതും, പക്ഷെ അതൊന്നും ഉള്ളിക്കിറങ്ങൂല. ഖവാരിജിനെ പറ്റി നബി പറഞ്ഞല്ലോ, അവർ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല, അവർ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല. അവർ ഖുർആൻ ഓതും, പക്ഷെ ആ ഖുർആൻ തൊണ്ടക്കുഴി താഴോട്ട് ഇറങ്ങുകയില്ല. ഖവാരിജുമായി അലി ഇബ്നു അബീ ത്വാലിബ് യുദ്ധം ചെയ്തു, നെഹ്റുവാനിൽ വെച്ച്. അലി അള്ളാഹു യുദ്ധം ചെയ്തു ഖവാരിജുകളുമായിട്ട്. ഖവാരിജുകൾ യുദ്ധത്തിന് വന്നിട്ട് തലേന്ന് രാത്രി 2 കൂട്ടരും വന്ന് ടെൻ്റടിച്ചു. അലി അള്ളാഹുനും അനുയായികളും ഒരു ഭാഗത്തുണ്ട്, ഖവാരിജുകൾ മറുഭാഗത്തുണ്ട്. അപ്പം നബിയുടെ സാധാരണ പതിവാണ് യുദ്ധത്തിന് തലേന്ന് രാത്രി ശത്രുക്കളെ നീക്കമറിയാൻ വേണ്ടി ചാരന്മാരെ പറഞ്ഞേക്കും, യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട്. എന്താണ് അവരുടെ പ്ലാന്? അത് അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് തിരിച്ച് ആക്രമിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിനു വേണ്ടി നബിതങ്ങൾ തന്നെ ബദർ മുതലുള്ള എല്ലാത്തിലും ശത്രുക്കൾ നീക്കം അറിയാൻ വേണ്ടി സ്വകാര്യത്തിൽ ആളെ പറഞ്ഞേക്കുന്നുണ്ട്. നമ്മളെ കാണാത്ത വല്ല പ്ലാൻ ഒരുക്കുന്നുണ്ടോ? കാരണം നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് പോകും, ഒരു വേറെ പ്ലാൻ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ബാത്തിലാവും. അങ്ങനെ അലിയു തലേന്ന് രാത്രി ആളെ പറഞ്ഞയച്ചു. ഖവാരിജുകൾ ടെൻറ്റിലേക്ക് ആളെ വിട്ടു. ഖവാരിജുകൾ ടെൻറ്റിലേക്ക് സ്വകാര്യമായി ആളെ പറഞ്ഞയച്ചു. ഇനി അവിടെ പോയിട്ട് വല്ലൊന്ന് അന്വേഷിച്ചു വാ, എന്താ അവിടുത്തെ മട്ടം മാതിരി എന്നറിയാലോ. ഇദ്ദേഹം പോയപ്പോൾ ഇദ്ദേഹം പറയാണ്ട് ഒരൊറ്റ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നാളത്തെ യുദ്ധത്തിന് വേണ്ടി. അദ്ദേഹം വന്ന് അലി എങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യാം അവരോട്? ഓര് മുഴുവൻ സുജൂദിൽ കിടക്കുകയാണ്, ഭയങ്കര കരച്ചിലാണ്, എല്ലാവരും കൂടി ദുആയിലാണ്. അബ്ബയെ സഹായിക്കണേ എന്നിട്ട് നമ്മളെങ്ങനെ യുദ്ധം ചെയ്യും അവരോട്? ചരിത്രത്തിൽ ഏറ്റവും വലിയ തഖ്വ പുറത്തേക്ക് കാണിച്ച ടീം ഖവാരിജുകളാണ്. ഓരോ കണക്കിന് വ്യഭിചരിച്ച കാഫിറാണ്, മോട്ടിച്ച കാഫിറാണ്, പലിശ വാങ്ങിയ കാഫിറാണ്. പിന്നെ അത് തെറ്റ് ചെയ്തല്ലോ. അലിയെന്നാണ് പറഞ്ഞു, നബി ഞങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വിഭാഗം വരാനുണ്ട്. അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമായിരിക്കില്ല. അവിടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമായിരിക്കില്ല. അവരുടെ ഖുർആൻ ഓതും, പക്ഷെ തൊണ്ടക്കുഴിന് താഴോട്ട് ആ ഖുർആൻ ഇറങ്ങുകയില്ല. അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ. എന്നിട്ട് നബി അന്ന് പറഞ്ഞു, നിങ്ങൾ ആര് അവരെ പ്രാപിച്ചാലും ആദ്യ സമൂഹത്തോട് യുദ്ധം ചെയ്യുന്ന പോലെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് നബി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ടീമിനോട് അറിയാൻ വിട്ടിന് യുദ്ധം ചെയ്തത്. പുറത്തേക്ക് തക്കവ ഉണ്ടാവും, കാര്യമില്ല. ഖുർആൻ ഉള്ളിലേക്ക് ഇറങ്ങൂല, അങ്ങനെ കൽബ് കറ പിടിച്ചു പോയി. പിന്നെ അതിലേക്ക് ആയത്തും ഹദീസൊന്നും ഇറങ്ങുകയില്ല. അപ്പം അതാണ് ഇവിടെ പറഞ്ഞ, അവന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും വേണം. അപ്പോഴേ തസ്കിയത്ത് ഉണ്ടാവുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, തസ്കിയത്തിൽ നിന്ന് അകന്നു പോകാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇല്ലെന്ന് വെക്കണം. ആറാമത്തെ ഇഗ്ലാഖുൽ മനാഫിദ് എന്നാണ് ഇദ്ദേഹം കൊടുത്ത പ്രയോഗം. ജനാലൊക്കെ അടക്കണം. അത് ശരിക്കർത്ഥം. തെറ്റായ സ്മെല്ല് പുറത്തുനിന്ന് വരാൻ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, വേഗം പോയിക്കാണ്ട് ജനലടക്കും. വണ്ടി പോകുമ്പോൾ ഭയങ്കര സ്മെല്ല്, വേഗം ചെയ്യലെന്താണ്? ഗ്ലാസ്സാണ് പൂട്ടും. ആ പണിയെടുക്കണം. തസ്കിയത്തൊക്കെ വെക്ക് എടുത്തു വന്നു, ഇത് നാശാക്കാനുള്ള പലതും ഇങ്ങനെ പുറത്തുനിന്ന് വരികയാണ്. അതെല്ലാം അടച്ചിട്ട് ഇവിടെ നന്നാക്കിയെങ്കിലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് തെറ്റായ, അവനെ അശുദ്ധിയാക്കുന്ന, കളങ്കപ്പെടുത്തുന്ന എല്ലാത്തിനുള്ള വഴി അടക്കുക. അത് ആറാമത്തെ. മലിനപ്പെടുത്താനുള്ള വഴികളെ അടക്കുക. ആ വഴി തുറന്നു വെച്ചിട്ട് നന്നാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഏതോ ഇപ്പം പരിങ്ങ തുടക്കുകയാണ്, അപ്പുറത്തെ ചെരുപ്പട്ടങ്ങ കയറുന്നുണ്ട്, എന്ത് കാര്യമുണ്ട്? അത് അവസാനിപ്പിച്ച് തുടച്ചെങ്കിലേ കാര്യമുള്ളൂ. ഏതും അങ്ങനെ തന്നെയാണ്. അപ്പം തസ്കിയത്തിൽ സ്വീകരിക്കുന്നുണ്ട്, മറുഭാഗത്ത് വേണ്ടത്ര സ്വീകരിക്കാനുള്ള വഴിയൊക്കെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്, അവിടെ പറ്റൂല. അത് അടച്ചെങ്കിലേ ഇതിവിടെ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് തിന്മയുടെ ഒരുപാട് വഴികളുണ്ട്. മൊബൈൽ ഫോണ് ഏറ്റവും വലിയ വഴിയാണ്. ഹുസൈൻ സരീഫിൻ്റെ വയത് സെർച്ച് ചെയ്താലും ആദ്യം വരുന്നത് തോന്നിയ സൈഫ്. അടയാതൊന്നും നിൽക്കിയാൽ മതി, നിൽക്കിയാൽ മതി. അപ്പോഴേക്ക് അവിടെ കയറിപ്പോയ പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഹുസൈൻ സരീഫിനൊക്കെ മറക്കും. പിന്നെ ഇത് എന്തിനാ നമ്മൾ എടുത്ത് ഓർമ്മ ഉണ്ടാവില്ല. ഖുർആൻ അവതരിക്കുമ്പോഴും കാണാം ഇതെന്ന് വരുന്നത്. ആ കവാടങ്ങൾ അടക്കണം, അല്ലെങ്കിൽ അതിലൂടെ കയറി വരുന്ന തിന്മകൾ ഈ തസ്കിയത്തിനെ ഇല്ലാതാക്കും. നബി തങ്ങൾ പറഞ്ഞ ദീർഘമായ ഹദീസ് അദ്ദേഹം അതിന് കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതും അതിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തൊരു ഒരു ഉദാഹരണം കൂടെ കാണാം. മാത്രമല്ല അല്ലാഹ് പറഞ്ഞല്ലോ, പിന്നെ നമ്മോട് ചാരിത്രം സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞ പ്രയോഗമുണ്ട്, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളോട് പറഞ്ഞ നബിയെ, കണ്ണുകൾ താഴ്ത്തട്ടെ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ അവർ കാത്ത് സൂക്ഷിക്കട്ടെ. അവിടെ ആദ്യം പറഞ്ഞത് കണ്ണ് താത്താനാണ്, പിന്നെയാണ് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാൻ പറഞ്ഞത്. അപ്പം എന്താ ആദ്യം കണ്ണ് താത്താൻ പറഞ്ഞതാണ്? വ്യഭിചാരത്തിലേക്കുള്ള എൻട്രിയാണ് നോട്ടം. അപ്പം അല്ലാഹ് ആദ്യം പറഞ്ഞ യഗുല്ലൂ മിൻ അബ്സാരിഹിം, കണ്ണ് താഴ്ത്തട്ടെ. കണ്ണ് താഴ്ത്താൽ പിന്നെ ആ കവാടം, ആ വിൻഡോ അടഞ്ഞു. പിന്നെ തെറ്റിക്കും. ഒരു പെണ്ണിനെ നോക്കണ വിചാരിക്കാം, വ്യഭിചരിക്കാൻ പോവില്ല. വ്യഭിചാരത്തേക്ക് പോകണ ഒരാളോ സ്വാഭാവികമായിട്ടും എന്നെ പെണ്ണിനെ നോക്കുന്നുണ്ടാവും. ഇന്നത്തെ ഭാഷയാണെങ്കിൽ ഓളുമായി ചാറ്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാ വഴിവിട്ട ബന്ധം ഉണ്ടായിട്ട് വ്യഭിചാരത്തേക്ക് എത്തുള്ളൂ, അല്ലാതെ എത്തൂല. അപ്പം ഈ കവാടങ്ങൾ അടക്കുക എന്നത് പ്രധാനമാണ്. അതാണ് ആറാമതായി പഠിപ്പിച്ചത്.
ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅക്സറുൽ മആസി ഇന്നമാ തവല്ലുദുഹാ മിൻ ഫുദൂലിൽ കലാമി വന്നദരി. അനാവശ്യമായ നോട്ടങ്ങളും അനാവശ്യമായ സംസാരങ്ങളും അതിൽ നിന്നാണ് മിക്കവാറും പാപങ്ങൾ സംഭവിക്കുക. ഒരു വിധം തെറ്റൊക്കെ വരൽ അനാവശ്യമായ സംസാരം, അനാവശ്യമായ നോട്ടം. അപ്പം ആ രണ്ട് വിൻഡോ അടച്ചാലോ പിന്നെ തിന്മകൾ ഉണ്ടാവുകയില്ല. അപ്പം മലിനപ്പെടുത്താൻ നിമിത്തമായേക്കാവുന്ന എല്ലാ വഴികളെയും അടക്കുക. അതാണ് ആറാമത്തേത്. ഏഴാമത്തെ കാര്യം ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക. മരണത്തെ ഓർക്കുക, മരിക്കുമെന്ന ചിന്ത, ആ ഓർമ്മ അതുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാണ്. ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് അവൻ മുന്തിച്ചു വെച്ചത് എന്നവൻ നോക്കട്ടെ എന്നാണ്. യാത്ര പോകുമ്പോൾ എന്താ കൊണ്ടുപോകാനുള്ളത് നോയിക്കോട്ടെ എന്ന്. ദുനിയാവിലെ ഏത് യാത്രക്കും മുൻകൂട്ടി ഒരുങ്ങും. നമ്മൾ ക്ലാസ്സിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിയത്, പലതും അഡ്ജസ്റ്റ് ചെയ്തു, പല സ്ഥലത്തും നമ്മൾ ലീവ് എടുത്തു, പലതും അവിടെ നീക്കുപോക്ക് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഇവിടേക്കെത്തിയത്. അല്ല വെറുതെ കയറുന്നില്ലല്ലോ. ഒരുക്കം ഏതിനും ആവശ്യമാണ്. ഒരു ലോങ് യാത്രയാണെങ്കിൽ ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്യും, വണ്ടി എപ്പോഴാണ് നോക്കും, നിശ്ചയിച്ച സമയത്തുകൾ നേരത്തെ അവിടെ എത്തും. കാരണം വണ്ടി മിസ്സായ പ്രശ്നമാണ്. എയർപോർട്ടിൽ പോകണമെങ്കിൽ 3 മണിക്കൂർ മുമ്പ് എത്ര എന്നറിയും. എന്തിനാ അപ്പം പോയി കയറിയാൽ പോലെ വെച്ചാലും മതി, പക്ഷേ അത് സൂക്ഷ്മതയാണ്. എങ്കിൽ മരണം എന്നത് ഒരു യാത്രയാണ്. ആ യാത്രയെപ്പറ്റി ഓർക്കുക. നബി തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും തകർക്കുന്ന മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവും. ഞാൻ മരിക്കും, കാലാകാലം ഇവിടെ ജീവിക്കും എന്നല്ല വിചാരിക്കേണ്ടത്. എന്തായാലും മരിക്കും. അവര് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കപ്പെടുകയില്ല. അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. സഈദ് ഇബ്നു ജുബൈർ താബഈ പ്രമുഖനാണ്. അദ്ദേഹം പറയാണ്, ലൗ ഫാറഖ ദിക്റുൽ മൗതി ഖൽബി ഖശീതു അൻ യഫ്സുല അലയ്യ ഖൽബി. മരണത്തെപ്പറ്റിയുള്ള ചിന്ത ഏതെങ്കിലും സമയത്ത് എൻ്റെ കൽബ് നഷ്ടപ്പെട്ടാൽ എൻ്റെ കൽബ് ഫസാദാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം എപ്പോഴും ഉണ്ടാവേണ്ടതാണ് മരിക്കുമെന്ന ഓർമ്മ. ദുനിയാവിൽ പോകും. അല്ല നമ്മളിങ്ങനെ ഇവിടെ ഇനിയും കുറേ കാലം ജീവിക്കുന്നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ വേറെ അത് ചിന്തിക്കുക. വാപ്പാക്ക് 90 വയസ്സല്ലേ കിട്ടിയിരിക്കണ്, വല്യമ്മ 110 മരിച്ചത്. അതൊന്നും വെറുതെ ഓരോ ഓൽക്കുണ്ടാവും, നമ്മൾ നമുക്കുണ്ടാവും. അല്ലാതെ ഓർക്ക് 90 കൊണ്ട് നമുക്ക് ചിലപ്പോൾ 13 കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടുപോകണ്ട. ഒരു പക്ഷേ ഇന്ന് പോകേണ്ടി വന്നേക്കാം, ആ യാത്ര ഇന്നായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുക. എങ്കിൽ അവന് രക്ഷപ്പെടാൻ പറ്റും. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാണ്, യഖൂൽ ഇബ്രാഹിമു തൈമി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുഫ്യാൻ ഇബ്നു ഉയൈന പറയുന്നു, മസ്സൽതു നഫ്സി ഫിൽ ജന്ന ആകുലു സിമാറഹ വഅശ്റബു മിൻ അൻഹാരിഹ വഉആനിഖ ബകാറഹ. ഞാനിങ്ങനെ സ്വയം ഞങ്ങൾ സങ്കല്പിച്ചു, ഞാൻ സ്വർഗത്ത് പോയുള്ള അവസ്ഥ. സ്വർഗത്ത് പോവുക, സ്വർഗത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, അവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കുക, ഇത് ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു. സുമ്മ മസ്സൽതു നഫ്സി ഫിന്നാർ, പിന്നീട് ഞാൻ നരകത്ത് പോണ അവസ്ഥയും സങ്കല്പിച്ചു. ഞാൻ നരകത്ത് പോയാൽ എന്തായിരിക്കും, അവിടുന്ന് സക്കൂമ് കഴിക്കുക, അവിടുത്തെ സ്വദീർ ചീഞ്ചലൊക്കെ ഇങ്ങനെ കുടിക്കുക, അവിടെ ഇങ്ങനെ ചങ്ങലകൾ ബന്ധിക്കപ്പെടുക, ഇതിങ്ങനെ അതും ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഫഖുൽതു നഫ്സി, അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഐ നഫ്സി അയ്യ ശൈഇൻ തുരീദീൻ, നിനക്ക് ഏതാ വേണ്ടത്? ഞാൻ എന്നോട് ചോദിച്ചു, ഇതിൽ ഏതാ നിനക്ക് വേണ്ടത്? ഉരീദു അൻ ഉറദ്ദ ഇല ദുനിയ ഫഅഅമല സ്വാലിഹാ, ദുനിയാവിലേക്ക് ഒന്നുകൂടെ പോയിട്ട് എനിക്ക് നന്മ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുമോ എന്ന് ഞാൻ എന്നെപ്പറ്റി സ്വയം ചിന്തിച്ചു എന്ന് ഇബ്രാഹിമു തൈമി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പം നമ്മളെപ്പറ്റി ആലോചിക്കുക, എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ? നമ്മളിപ്പോൾ എന്താണ് മരിച്ചാൽ നാളെ ഇപ്പം നമുക്ക് നോൻപുണ്ടാവില്ലല്ലോ. ഇന്ന് നമ്മൾ മരിച്ചാൽ പിന്നെ നമുക്ക് നാളെ നോൻപില്ല, പിന്നെ നമുക്ക് ഇന്ന് അസ്വസ്കാരമില്ല. അപ്പം നമ്മളിപ്പോൾ നിസ്കാരത്തിൽ അശ്രദ്ധയാണെങ്കിൽ ഇപ്പം വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ മരിച്ചാൽ പിന്നെ ആരാഞ്ഞിപ്പോൾ നമ്മുടെ നിസ്കാരം നമ്മൾ ക്ലിയറാക്കുക, നമ്മളെ നോമ്പാരാ നോറ്റുകൂട്ടുക, നമ്മൾ ചെയ്യേണ്ട ബാധ്യത ചെയ്തെടുക്കുക, അതൊക്കെ അങ്ങനെ പൂർത്തിയാക്കാത്ത രൂപത്തിലാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോണത് എങ്കിൽ ഞാനിപ്പോൾ എന്താണ് മരിച്ചാൽ ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മളാൾക്ക് തിരിച്ച് നമ്മൾ മരിച്ചപ്പോൾ പെരപ്പണി പല തീർക്കുമതാലോചിക്കുക, പെരപ്പണിഞ്ഞ് പല തീർക്കും. എൻ്റെ കുട്ടികളിപ്പോൾ എന്താ കാട്ടുക? കുട്ടികളൊന്നും നയിച്ചാനായിട്ടില്ലല്ലോ, ഞാൻ പണ്ട് മരിച്ചാൽ കുട്ടികൾക്ക് ഇപ്പം എന്താകുക? ചിന്തിക്കണം. അത് വേണ്ട, കുടുംബനാഥനിലേക്ക് ചിന്തിച്ചോട്ടെ. പക്ഷെ അത് നമ്മൾ മരിച്ചാലും അതൊക്കെ പൂർത്തിയാവും.
പാപ്പ മരിച്ചപ്പോൾ ചിലപ്പോൾ വാപ്പള്ളിനേക്കാളും സാറിൽ പരിപ്പണി കഴിയുമ്പോൾ നാട്ടിലൊക്കെ പടം കൂടി എല്ലാം കൂടി സഹായിച്ച് പാപ്പ മരിച്ചാൽ നന്നായി തോന്നിപ്പോകും. ചിലപ്പോൾ ആ കൊലത്തിൽ ഒരിക്കലും പിന്നെ വലിയ സുഖമായി പോയി. അങ്ങനത്തെ ഉണ്ടാവും ഇത്രയും മനുഷ്യന്മാരുടെ പിന്നെ കുട്ടികളെ കെട്ടിക്കും ഒക്കെ ആക്കും. അത് തിങ്കുട്ടിയാകുമ്പോൾ എല്ലാവരും കൂടെ സഹായിക്കും. അപ്പോൾ കാണാൻ ഉത്സാഹിച്ച് കല്യാണം നടത്തും. അത് നമ്മൾ അത്ര വലിയ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നും. ദുനിയാവിൽ അന്നൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആരും അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് പട്ടിണി എടുക്കുന്നില്ല, ചികിത്സ കിട്ടാക്കുന്നില്ല. എല്ലാ മഹലിലും കാണാം ഫ്രീ ആയിട്ട് ആംബുലൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് ക്ലിനിക്ക് ഉണ്ട്, എന്തെല്ലാം ജീവകാരണ പ്രവർത്തനം ഉണ്ട്, എത്ര പിന്നെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, വെറുതെ മെസ്സേജ് ഇട്ടാൽ മതി ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴേക്കാണ് അത് ശരിയാവും. പക്ഷെ അങ്ങനെ ഇയാൾ മരിച്ചിട്ട് ഒരു അറിയിപ്പ് ഇയാൾക്ക് കുറച്ച് നിസ്കാരം കമ്മിയുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റും. ഇന്നലെ മരിച്ചാൽ കുറച്ച് നിസ്കാരം കമ്മിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നിസ്കരിച്ചാണ്ട് കൊടുത്തേക്കാണെങ്കിൽ അത് ഉണ്ടാവില്ല. ഇവിടുന്ന് ഖുർആൻ ഓതിയിട്ടാണ്ട് കൂലി പറഞ്ഞേക്കുക ഉണ്ടാവില്ല. അതിവിടെ മൂലമൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അവിടേക്ക് എത്തൂല. അപ്പം നമ്മളെപ്പറ്റി ആലോചിക്കുക. ഞാനിപ്പോൾ ഇന്ന് മരിച്ചാൽ എന്താ ഇപ്പം കൊണ്ടാകാനുള്ളത്? ലഗേജ് എന്തൊക്കെ ഉണ്ട്? ഒന്നുമില്ലെങ്കിൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫതസവ്വദു, നിങ്ങൾ യാത്രാ വിഭവം ശേഖരിക്കണം. ഫഇന്ന ഖൈറസ് സാദി തഖ്വ, ഏറ്റവും ഖൈറായ സാദ്, ഏറ്റവും ഖൈറായ പാഥേയം, യാത്രാ വിഭവം തഖ്വയാകുന്നു. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, തഖ്വയാണ് സാദ്. ഈ യാത്ര നിർബന്ധമാണ്, രക്ഷപ്പെടാൻ കഴിയൂല. ഞാനില്ല എന്ന് പറയാൻ പറ്റും, പല്ലോത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ പറ്റും, പോയേ പറ്റൂ. അതൊരു പക്ഷെ ഇന്ന് പോകും. അങ്ങനെ എപ്പോൾ പോകേണ്ടി വന്നാലും കൈവശം എന്തുണ്ട്? ഇതിന് കമ്മി ഉണ്ടെങ്കിൽ ആ കമ്മി നികത്താൻ ഇവിടെ ആരുണ്ടാവില്ല. അത് നമ്മൾ തന്നെ നികത്തിപ്പെടാം. അപ്പോൾ തൗബ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ചെയ്യേണ്ട നന്മകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കണം. അതേ ഉള്ളൂ. അല്ല നമുക്ക് വേണ്ടി തൗബ ചെയ്യാനും നമുക്ക് വേണ്ടി പിന്നെ അമൽ ചെയ്യാനൊന്നും ആരും ഉണ്ടാവുകയില്ല. അതാണ് 7ാമത്തെ കാര്യം, ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക. 8ാമത്തെ കാര്യം തഖയ്യുൽ ജുലസാ വൻതിഖാഉർ റുഫഖാ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ആരുമായി സഹവസിക്കണം, ആരെ കൂടെ കൂടണം, ആരുമായി ബന്ധം വേണം, അത് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം. കാണുന്ന എല്ലാവരും ഒപ്പം കൂടാൻ പറ്റില്ല, കാണുന്ന എല്ലാ സദസ്സിലും പങ്കെടുക്കാൻ പറ്റില്ല, കേൾക്കുന്ന എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റില്ല, വാട്സപ്പിൽ വരുന്ന എല്ലാ വീഡിയോയും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയൊക്കെ നമുക്കൊരു സെലക്ഷൻ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളതിലേക്ക് നീങ്ങാൻ. അല്ലാഹു നബിയോട് പറഞ്ഞല്ലോ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശയ്യി തുരീദൂന വജ്ഹ. ഏതാ സൂറത്ത്? സൂറത്ത് ഏതാ? എന്താ പത് നിങ്ങളൊക്കെ എപ്പോഴും ഒന്നല്ലേ? അൽക്കഫ് സൂറത്ത് എന്താ ഓതിപ്പോയിട്ടുണ്ടെന്നുള്ളതേ? അതിപ്പോ ഈ പറഞ്ഞ പോലെയാണ് ഓതലാണ്. അപ്പൊ നബിയോട് എന്താ പറയണത്? വസ്ബിർ നഫ്സക, നബിയെ നിങ്ങളെ ക്ഷമയോടെ നിങ്ങൾ നിലനിർത്തണം. ആരെ കൂടെ? പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ നബിയെ ഓലപ്പം കൂടിക്കൂടി. ആയത്തിറങ്ങാൻ കാരണം എന്താണ്? മക്കത്തെ കുറച്ച് പ്രമാണിമാർ നബിയെടുത്ത് വന്നു. അബൂജഹൽ അബൂലഹബൊക്കെ പാടെ ഒന്ന് പ്ലാനിട്ട് നബി തന്നു പറഞ്ഞു, ഞങ്ങൾ അന്നിട്ടൊന്ന് വെടി നിർത്താൻ തയ്യാറാണ്, നമുക്ക് നല്ലതിലേക്ക് പോകാം. പക്ഷെ കാര്യം എൻ്റെ ഒപ്പമുള്ള ഈ വഴീഫായ മനുഷ്യന്മാർ, ഈ സാധുക്കൾ, മിസ്കീന്മാർ, ഓലക്കടി ഇപ്പം ഞങ്ങൾ വന്നിരിക്കുക എന്നാൽ ഇതൊരു സുഖമല്ലോ. ഇപ്പോൾ നാട്ടിലെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാർ, വലിയ VIP ആളാണ്, വലിയ തറവാട്ടേരാണ്, ഞങ്ങളൊക്കെ പാടെ വന്നിട്ട് ഇപ്പം ഈ ഏതെങ്കിലും കയറി വന്ന ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ ഇരിക്കേണ്ട അതൊരു സുഖമില്ല. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒരു സദസ്സ് ഉണ്ടാക്കി തരാം, അതിൽ എൻ്റെ ഒപ്പമുള്ള ഈ 7ാം കൂലി മനുഷ്യന്മാരൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മാത്രം ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം, അതിനാണെങ്കിൽ നമ്മൾ റെഡി. അപ്പം നമുക്കൊന്ന് ആലോചിക്കാം, ഞങ്ങളൊന്ന് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം നബിക്ക് ചെറിയ താല്പര്യം, തിരക്കിടില്ല. അങ്ങനെ ഒരു വന്നിട്ടാണെങ്കിൽ തിരക്കില്ല. ഒരു VIP ആളെ മാത്രം വിളിച്ചു വിട്ടിട്ട് ഒരു സ്പെഷ്യൽ ഒരു പണിയായി കൊടുത്തൊരു വരികയാണെങ്കിലോ അല്ലാഹത്തേക്ക് വേണ്ടാന്ന്, ഇവലപ്പം കൂടിക്കുവാന്ന്, മറ്റു നോക്കണ്ടാന്ന്, ഇവരെ കൂടിയാൽ മതി. ആയത്തിൻ്റെ ബാക്കി ഇവരിൽ നിന്ന് നബിയെ നിങ്ങൾ കണ്ണ് തെറ്റിപ്പോണ്ട ആവശ്യമൊന്നുമില്ല. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ സീനത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊന്നും വേണ്ട. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. ഖൽബ് തെറ്റിപ്പോയ മനുഷ്യന്മാർ, സ്വന്തം ഇച്ഛപ്രകാരം പോണ മനുഷ്യന്മാർ ഓല നബി അനുസരിക്കാൻ തന്നെ പോകണ്ട, ഒരു പോണേക്ക് പോട്ടതാണ്. നബിനോടുള്ള കൊടുത്ത ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഈമാനും തഖ്വയും ഉണ്ടോ അവരുമായിട്ടാ സഹവാസം. ഓന് പൈസ ഉണ്ടോ പൈസ ഇല്ലേ അത് വിഷയമല്ല. ഈമാനും തഖ്വയില്ല, ഓൻ വലിയ കാര്യപ്പെട്ട ആളാണ്, അത് ദുനിയാവിൽ കാര്യപ്പെട്ട ആളാണ്.
ദീനിൽ അതിന് വലിയ കാര്യമൊന്നുമില്ല. ദുന്യാവിൽ കാര്യപ്പെട്ട ആളായിരിക്കാം. അങ്ങനത്തെ വലിയ വലിയ മനുഷ്യന്മാർ വരുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു അംഗീകാരമായി തോന്നുക, ഒരു വലിയ വണ്ടി കയറി അത് വലിയ സംഭവമായി തോന്നുക, ഒന്നുമില്ല. ദുന്യാവിലെ കാര്യമായിരിക്കാം. നമ്മൾ ലക്ഷ്യം ദുന്യാവിലല്ലോ, നമ്മൾ ലക്ഷ്യം പരലോകമാണ്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്. ഇമാം സഈദ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയാണ്, ഇത് അല്ലാഹ് കൽപ്പിച്ചത് ബിസുഹ്ബത്തിൽ അഖ്യാർ, ഖൈറായ മനുഷ്യന്മാരുമായി സഹവസിക്കുക. ഈമാനുള്ള ആളുകൾ, തൗഹീദിൻ്റെ ആളുകൾ, നല്ല മനുഷ്യന്മാർ, അവരുമായിട്ടാണ് നമ്മൾ സഹവാസം ഉണ്ടാവുക, അവരുമായിട്ടാണ് ഇടകലരേണ്ടത്. വഇൻ കാനൂ ഫുഖറാ, അവർ ഫക്കീറന്മാരാണെങ്കിലും ശരി, ഒരു ദരിദ്രന്മാരായിരിക്കാം എന്നാലും ശരി. കാരണം ഫഇന്ന ഫീ സുഹ്ബതിഹിം മിൻ ഫവാഇദി മാ ലാ യുഹ്സാ, അവരുമായി സഹവസിച്ചാൽ കണക്കില്ലാത്ത ഫായിദ, പ്രയോജനം കിട്ടാനുണ്ട്. മറ്റൊരുമായി സഹവസിച്ചാലോ തൽക്കാലം ചിലപ്പോൾ ദുന്യാവിൽ നേട്ടമുണ്ടാവും. ഓനെ വണ്ടി നമുക്കും കയറി പോകാം. അപ്പം നിങ്ങളിങ്ങനെ പോകുമ്പോൾ എന്താ പോന്, വലിയ വണ്ടിയിൽ പോകുന്നുണ്ടല്ലോ, ആരപ്പായി പോണത്, അപ്പം നമുക്കൊരു തൽക്കാലം സുഖം കിട്ടും. അതിന് കഴിഞ്ഞു, അപ്പുറത്ത് പോയി ഇറങ്ങും വേണം, കഴിഞ്ഞില്ലേ പിന്നെ ഓർഡർ ചോദിച്ചു തരും. അത്രേ ഉള്ളൂ. ഇപ്പത് ആ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി വെറുതെ ഓനൊപ്പം കൂടെ ഉണ്ടാകും. മറ്റൊനൊപ്പം കൂടിയാലോ സ്വർഗത്തേക്ക് അതിൽ ഒരു മുതൽക്കൂട്ടാണ്. ഓനൊപ്പം കൂടിയാൽ നല്ല ഉപദേശം കിട്ടും, ഓനൊപ്പം കൂടി അള്ളാനെ ഓർമ്മ വരും. അതാണ് ഔലിയാക്കന്മാരെ വെച്ച് മുൻഗാമി കൊടുത്ത നിർവചനം കാണാം. ഓനൊപ്പം ഇരുന്ന അള്ളാനെ ഓർമ്മാകോ, ഓനാണ് ഔലിയാന്ന്. ഓനൊപ്പം 10 യാത്ര ചെയ്താൽ പഠിച്ചവനെ പറ്റി നമുക്ക് ഓർമ്മാകും, നല്ല വർത്താനം പറയും, നല്ല ഉപദേശങ്ങൾ തരും, നല്ല മാതൃക ഉണ്ടാകും. അവനാണ് അള്ളാൻ്റെ ഇതാ ദുഃഖിറന്താണ്. ഓരെ കണ്ടാൽ തന്നെ അള്ളാനെ ഓർമ്മാകുന്നു. ഒരിക്കതേ പറയാനുള്ളൂ, ഒരിക്കൽ അള്ളാനെ പറ്റി പറയാൻ, ദീനിനെ കുറിച്ച് പറയാനുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരുമായിട്ടാണ് നമ്മുടെ ബന്ധം. നബി തങ്ങൾ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനപ്രകാരമാകും. കൂട്ടുകാരുടെ ദീനം എന്താണോ അത് നമുക്കുണ്ടാകും. ഓൻ നല്ല നിസ്കാരം കാര്യമൊക്കെ ഉണ്ട്, നമ്മൾ നിസ്കരിക്കും. അതല്ല നമ്മൾ അല്ലാത്തൊരു കമ്പനി 4 ദിവസം പോയി വിചാരിക്കാം, ഒരു 4 ദിവസം ടൂർ ഇട്ടി, കമ്പനി വക ടൂറ്, അങ്ങനെ പോയി ആ 4 ദിവസം നിസ്കാരമില്ല, ജമാഅത്തും ഇല്ല, ഒന്നുമില്ലാതെ വേറൊരു ടീമിനൊപ്പമാണ് പോയത്. അപ്പോഴേക്കും നമ്മൾ ഈമാൻ്റെ ഗ്രാഫ് നേരെ താഴോട്ടാണ് പോയി. അപ്പം അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും ബിമൻ യുഖാലിൽ, ആരുമായി കൂട്ടുചേരുന്നു എന്ന് നന്നായി നോക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അബൂ സുലൈമാൻ ഖത്താബി റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ഹദീസ് പ്രകാരം ലാ തുഖാലിൽ ഇല്ലാ മൻ റളീത ദീനഹു വ അമാനതഹു, ദീനും അമാനത്തും നിനക്ക് തൃപ്തിയുള്ള ആളെ കൂടെ അല്ലാതെ നീ കൂട്ടുകൂടരുത്. ഖലീലായി സ്വീകരിക്കാൻ ദീനുള്ളവനാവണം, അമാനത്തുള്ളവനാവണം. അല്ലാത്തവനുമായി നീ ഒരിക്കലും കൂടരുത്. അല്ലാത്തവനെ കൂടെ കൂടിയാൽ ഖാദക ഇലാ ദീനിഹി വ മദ്ഹബിഹി, അവൻ്റെ ദീനിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും, അവൻ്റെ നിലപാടിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകും. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നല്ലവരുമായിട്ട് നീ കൂട്ടുകൂടാവൂ എന്നാണ്. ആരുമായി കൂടുകയാണെങ്കിലും നല്ല മനുഷ്യന്മാരെ നോക്കിക്കൂടണം. നബി തങ്ങൾ പറഞ്ഞു, നല്ല കൂട്ടുകാരുടെ ഉദാഹരണം കഹാമിലിൽ മിസ്ക്, നല്ല കൂട്ടുകാരൻ ചീത്ത കൂട്ടുകാരൻ. നബി തങ്ങൾ 2 ഉദാഹരണം പറഞ്ഞു. നല്ല കൂട്ടുകാരുടെ ഉദാഹരണം കസ്തൂരി വാഹകനെ പോലെയാണ്. ഒരു അത്തർ വിൽക്കുന്ന ആള്, ഓരോപ്പം കൂടിയാൽ നബി പറഞ്ഞാൽ ഒന്നൊക്കെ എനിക്ക് പൈസ കൊടുത്ത് വാങ്ങാം, ഇനി അതിന് പറ്റുന്നില്ലെങ്കിലോ ഒരു നല്ല സ്മെല്ലേം കിട്ടും. ഓനൊപ്പം നടന്നു, നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, എന്നാലും ഓൻ്റെ കൂടെ കുറച്ചു നേരം നടന്നാൽ തന്നെ നല്ല സ്മെല്ല് കിട്ടുമല്ലോ, വേറെ കേടൊന്നും ഉണ്ടാവില്ല. അതാണ് നല്ല കൂട്ടുകാരുടെ ഉദാഹരണം എന്നാണ്. ഒന്നുമില്ലെങ്കിലും ഓരോ നന്മ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അല്ലാത്തതുമായി കൂട്ടുകൂടിയാലോ അവൻ കനാഫിൽ, ആലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. കൊല്ലപ്പണിക്കാരൻ ഒരിടത്ത് പോയിരുന്നാൽ എന്തുണ്ടാവുക, ഇമ്മാബക്ക, ഒരിടത്ത് പോയിരുന്നാൽ ചിലപ്പോൾ എൻ്റെ തുണിങ്കുപ്പായും ഓട്ടയിൽ പോകും, ഈ തീപ്പൊരി പറഞ്ഞിട്ട്. അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ദുർഗന്ധെങ്കിലും ഉണ്ടാകും, ആ വിയർത്ത് വരാകതായി ഓരപ്പെഴുന്നാലും ആ ആടി 1 മണിക്കൂർ ഇന്ന് പൊന്നിട്ടുണ്ടെങ്കിൽ ഞാനാകെ മുഷിഞ്ഞു, ഇനിയിപ്പോൾ ഒന്ന് കുടിക്കാതെ കുടിക്കും പോകാൻ പറ്റില്ല. ഇതാണ് ചീത്ത കൂട്ടുകാരൻ. ഓനൊപ്പം കൂടിയാൽ എന്തെങ്കിലും കേട് ഓനേക്കുന്ന് ഇങ്ങോട്ട് വരാതെ കൂടാ. നല്ലവന് കൂടെ കൂടിയാലോ എന്തെങ്കിലും നേട്ടം അവനെ വെക്കുന്നത് കിട്ടാതിരിക്കും. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. നല്ല മനുഷ്യന്മാരുമായുള്ള സംഘാത്തം, അതാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ബിദ്അത്തിൻ്റെ ആളുകൾ, ശിർക്കിൻ്റെ ആളുകൾ, തെറ്റായ നിലപാട് സ്വീകരിച്ച ആളുകൾ. അവരോടൊക്കെ ആ നിലക്കുള്ള ബന്ധം ഒഴിവാക്കുക എന്നുള്ളത്. ഓരോ കൂടെ കൂടുമ്പോഴും ഓൻ്റെ ആ ദോഷമാണ് നമ്മിലേക്ക് ബാധിക്കുക. രോഗം പകരുള്ളൂ, ആരോഗ്യം പകരില്ല. ഓർക്ക് രോഗമുണ്ട്, ഓനെ കൂടെ നടന്നാൽ രോഗം കണ്ട് പകരും. അതാണ് ഇതിന് നമുക്കുള്ള പാഠം. അപ്പം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, അതാണ് 8ാമത്തെ കാര്യം. 9ാമത്തെ കാര്യം
പൊങ്ങച്ചവും സ്വയം ഒരു വലിപ്പത്തരവും അത് ഒഴിവാക്കുക. ഞാൻ ഉഷാറാന്നുള്ള തോന്നൽ ദീൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനൊക്കെ വലിയ ഉഷാറാണ്, നമ്മളൊക്കെ തേഞ്ഞോലാണ്, നമ്മളൊക്കെ എല്ലാമാണ്, മറ്റൊരൊക്കെ എന്താ ഉള്ളത്, അതല്ല. ഞാൻ ഒന്നുമല്ല എന്നാണ് ചിന്തിക്കുക. ഉൾജിബ്, പൊങ്ങച്ചമില്ലാതാക്കുക. അവനെ പറ്റിയ ഒരു അഹംഭാവം അത് ഒഴിവാക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖ. ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ തസ്കിയത്ത് ചെയ്യരുത്, നിങ്ങൾ തന്നെ പൊക്കി പറയരുത്. ഞാൻ വലിയ ഉഷാറാന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ അത് ഉഷാറാവില്ല, അത് മോശമാവുള്ളൂ. കാരണം അള്ളാഹ്ക്കറിയാം ആരാ തക്കമുള്ളത്. അതായതിന് ബാക്കി നിങ്ങളെ പൊന്തിക്കണ്ട, അള്ളാഹ്ക്കറിയാം ആർക്കാ തക്കമുള്ളത്. അപ്പം നമ്മളെ പറ്റി തന്നെ അത്തരം ഒരു വിചാരമല്ല വേണ്ടത്. സ്വയം പ്രശംസിക്കുക, സ്വയം പൊങ്ങച്ചം കാണിക്കുക, അത് ശരിയല്ല. നമ്മൾ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല എന്ന തോന്നലാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഈ ഉമ്മത്തിലെ ഏറ്റവും മുന്തിയ ആള് നബിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖാണ്. അദ്ദേഹം നബിയോട് നബി, എനിക്ക് നിങ്ങൾ ദുആ പഠിപ്പിച്ചു വയ്ക്കുന്നു, എനിക്ക് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ നബിയെ ഒരു ദുആ പഠിപ്പിച്ചു തരണം. ഏറ്റവും മുന്തിയ ആളാണ്. അദ്ദേഹത്തെക്കാളും മുന്തിയ ആൾ പറഞ്ഞപ്പോൾ ഈ ഉമ്മത്തിൽ പറഞ്ഞില്ല. നബി ദുആ പഠിപ്പിച്ചു കൊടുത്തു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കബീറ. റബ്ബേ, ഞാൻ എന്നോട് ഒരുപാട് ദുൽമ ചെയ്തു പോയി റബ്ബേ, നീ അല്ലാതെ പൊറുക്കുന്നവനില്ല, എന്ന് പുറത്തു തരണേ. ആരാ തോൽക്കുന്നത്? സിദ്ദീഖ് താനും. നബി എനിക്ക് ദുആ പഠിപ്പിച്ചു വയ്ക്കുമ്പോൾ നബി കൊടുത്ത ദുആ അതാണ്, ഞാൻ ഒരുപാട് ദുൽമ ചെയ്തു റബ്ബേ, നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചോ. അതാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ അല്ലാഹു കൊടുത്ത ദുആ എങ്കിൽ നമ്മളൊക്കെ അത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. അല്ലാഹു ഖുർആൻ ആയത്തിറക്കി, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ എന്ന അവരെ കൽബിൽ ഭയമുണ്ടാകും എന്ന ആയത്തിറങ്ങിയപ്പോൾ ആയിഷ ചോദിച്ചു, നബിയെ, ഇത് നന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യഭിചാരവും മദ്യപാനവും മോഷണവും ഒക്കെ ഉള്ള ആളുകളെ പറ്റിയാണോ നബി പറഞ്ഞത്? സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, മനസ്സിൽ പേടിയുമുണ്ട് എന്ന് പറഞ്ഞത് നന്മയൊക്കെ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ കൂടെ മോഷ്ടിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, അവരെക്കുറിച്ചാണോ നബിയെ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അല്ല, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, അതല്ല. നേരെ മറിച്ച് നന്മകൾ ചെയ്യുന്നു, യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന, അവർ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സദഖ ചെയ്യുന്നു, വഹും യഖാഫൂന അല്ലാ തുഖബല മിൻഹും, ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം അവർക്കുണ്ടാകും. നോമ്പൊക്കെ നോറ്റു, പക്ഷെ എൻ്റെ നോമ്പ് റബ്ബേ എന്ത് നോമ്പാണ്, ഒരുപാട് പോരായ്മയുണ്ട്, റബ്ബ് സ്വീകരിക്കോ, എൻ്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കോ? അതാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. ഞാൻ അത്ര ഖത്ത ഓതി, ഞാൻ അത്ര ചെയ്തു, ഈ പ്രാവശ്യം എത്രയപ്പോൾ സദഖ ചെയ്തത്, അതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ചെയ്തിട്ടല്ല സ്വീകരിക്കോ റബ്ബേ. അപ്പോൾ സ്വീകരിക്കുന്ന തേട്ടം വരും, അല്ലെങ്കിൽ മറ്റവനേക്കാളും മേലെ ഞാനാണ് എന്ന അഹംഭാവമാണ് വരിക. അബ്ദുല്ലാഹി ബിൻ അബീ മുലൈക്ക താബിഈയാണ്. അദ്ദേഹം അദ്റക്തു അക്സറ മിൻ 30 സ്വഹാബിയ്യൻ, 30 സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 30 സ്വഹാബിമാരെ ഞാൻ കണ്ടു. വഹും കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരൊക്കെ സ്വന്തത്തിന് നിഫാഖിനെ പേടിക്കുന്നു. എൻ്റെ ഈമാൻ ശരിയല്ലേ, ഞാൻ മുനാഫിക്കാണോ എന്ന് പേടിക്കുന്നതായിട്ടാണ് ഞാൻ അവരെ കണ്ടത്. സ്വഹാബിമാരൊക്കെ ഞാൻ കണ്ട 30 സ്വഹാബിമാർ അവരൊക്കെയും സ്വന്തത്തിന് നിഫാഖിനെ പേടിക്കുന്നതായി ഞാൻ കണ്ടുവെന്ന് ഇബ്നു അബീ മുലൈക്ക പറയുകയാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഒരു മുഅ്മിൻ നന്മകൾ ചെയ്തു, അതിൻ്റെ കൂടെ ഒരു ഭയം കൂടി അവനുണ്ടാകും. മുനാഫിക്കാണെങ്കിൽ അവന് തിന്മ ചെയ്യും, എന്നാലും നിർഭയത്തുണ്ടാകുന്നതാണ്. മുനാഫിക്ക് തെറ്റാ ചെയ്യണമൊക്കെ, എന്നാലും അവന് പേടില്ല, അതല്ല പുറത്തൊരു പ്രശ്നമില്ല, അത് അവൻ ചിന്തിക്കാം. മുഅ്മിനോ നന്മകൾ ചെയ്യുമ്പോഴും പഠിച്ചോ സ്വീകരിക്കോ, അല്ലാതെ അദാബുണ്ടാകുമോ എന്ന പേടിയാണ് അവനുണ്ട്. അപ്പം സത്യവിശ്വാസി സത്യവിശ്വാസിക്ക് നന്മയും ഉണ്ടാകും, ഭയവും ഉണ്ടാകും. മുനാഫിഖാവട്ടെ അവന് തിന്മയും ഉണ്ടാകും, നിർഭയത്വവും ഉണ്ടാകും. അപ്പം തെറ്റെമ്പാടും ചെയ്യുന്നുണ്ട്, ഒരു ബേജാറുമില്ല, ഈമാൻ ശരിയില്ല. നന്മകൾ എത്ര ചെയ്യുമ്പോഴും ഒരു പേടി കൂടുകയാണ്. അതാണ് ഈമാനിൻ്റെ ലക്ഷണം. 9ാമത്തെ കാര്യം, ഉജ്ജബ്, പൊങ്ങച്ചമില്ലാതിരിക്കുക, അഹംഭാവമില്ലാതിരിക്കുക, ഞാൻ നല്ലവനാണെന്ന് തോന്നൽ ഇല്ലാതിരിക്കുക, ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുക. ഇമാം ഷാഫി പറയുന്നുണ്ട്, ഞാൻ ആരെ കണ്ടാലും അവൻ എന്നേക്കാൾ ഖൈറാണെന്ന് ഞാൻ വിചാരിക്കാറ്.
ആരെ കണ്ടാലും ഓനൊക്കെ എത്ര നല്ലതാണ്. അദ്ദേഹം ചില കുട്ടിനെ കണ്ടാൽ ഞാൻ വിചാരിക്കും ആ കുട്ടി തെറ്റുപോലും ചെയ്യാത്ത കുട്ടി എത്ര നല്ലവനാണ്. ഒരു പ്രായമുള്ള മനുഷ്യനെ കണ്ട ഇമാം ഷാഫി പറയും ഒരുപാട് കാലം ഇബാദത്ത് മനുഷ്യനെ നമ്മളൊന്നും അത്ര ഇല്ലല്ലോ, ഇത്ര പ്രായമായ അത്രയും കാലം ഇബാദത്തുണ്ടാവും. ഇങ്ങനെ ആരെ കണ്ടാലും അവൻ എന്നേക്കാൾ ഉഷാറാകുന്നു എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ചിന്തിക്കാറുള്ളതാണ്. നമ്മൾ ആരെ കണ്ടാലും നമ്മളാ ഉഷാറ്. ഒരൊക്കെ മോശം, മറ്റോ പയച്ചത് ഇപ്പം പയച്ചോ എല്ലാവരും മോശക്കായിട്ട് അവസാനം എന്തിനേയും പറ്റിയതാകെ നമ്മളതിനുള്ളൂ. നമ്മോട് പറ്റിയതായി ഒന്നും ശരിയില്ല, ഓരോന്നിനും പറ്റില്ല, നമ്മളാരും നമ്മളെ തന്നെ പാസ്സായി പോകില്ല. ഇതാണ് നമ്മളൊക്കെ ഒരു അവസ്ഥ. അത് ശരിയല്ല, തസ്കിയത്തിന് വിരുദ്ധമാണ്. 10ാമത്തെ അവസാനത്തെ കാര്യം മഅരിഫത്തുൻ നഫ്സ്, നഫ്സിനെ പറ്റി അറിയുക. നഫ്സാണ് ശുദ്ധീകരിക്കാനുള്ളത്. അപ്പം എന്താ നഫ്സ്, നഫ്സ് എന്തൊക്കെ അവസ്ഥ ഉണ്ട്, ഏതൊക്കെ നഫ്സ് ഉണ്ട്, അത് അറിയണം. അല്ലാഹു ഖുർആനിൽ 3 നഫ്സ് പറഞ്ഞു. 3 നഫ്സ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഒന്ന് പറഞ്ഞ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അതാണ് മുത്മഇന്ന. അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹുക്കും തൃപ്തിയാണ്. അല്ലാഹുവിനെ സംതൃപ്തിയാണ് നമുക്ക്, നമ്മളെ കാര്യത്തിൽ അല്ലാഹുക്കും തൃപ്തിയാണ്. അതാണ് വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇത്മിഇനാൻ, അല്ലാഹുവിനെ പറ്റി സ്മരണയിൽ ഒരു സമാധാനം. അതാണ് സമാധാനം അടഞ്ഞ ആത്മാവ്. അല്ലാഹുവിന്റെ കാര്യത്തിൽ സംതൃപ്തിയാണ്, അല്ലാഹുക്ക് നമ്മുടെ കാര്യത്തിലും സംതൃപ്തി. സ്വഹാബികൾ നേടിയതാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. സ്വർഗത്തിൽ പോകുമ്പോൾ സന്തോഷ വാർത്തതാണ്, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹുവിന് എന്നെയും തൃപ്തിയാണ്. അതാണ് നഫ്സുൽ മുത്മഇന്ന, അതാണ് നേടേണ്ടത്. മരിക്കുമ്പോൾ ആ സന്തോഷ വാർത്തയാണ് കിട്ടേണ്ടത്. മറ്റൊരു നഫ്സ് അൻ നഫ്സുൽ ലവ്വാമ എന്നാണ്, ആക്ഷേപിക്കുന്ന നഫ്സ്. അല്ല സത്യം ചെയ്തു വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ് എന്നാണ്. തെറ്റ് ചെയ്താൽ ഒരു മനസാക്ഷി കുത്ത്, നന്മ ചെയ്തില്ലെങ്കിൽ ഒരു മനസാക്ഷി കുത്ത്, അത് നല്ല ലക്ഷണമാണ്. തെറ്റ് ചെയ്തു പിന്നെ വീണ്ടും ചെയ്തു, ചെയ്യേണ്ടി ചെയ്തു, അതൊരു ഒരു മോശമായി പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്തിഗ്ഫാർ വരും. ന്യായം കണ്ടെത്തിയാലോ ഇസ്തിഗ്ഫാർ ഉണ്ടാവില്ല. ആരപ്പം ചെയ്യാത്തത്, ആരപ്പം 30 കാലത്ത് നോക്കാൻ പറ്റുമോ, ഇന്നിപ്പോൾ അങ്ങനെ കണ്ടോ, എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ എന്ന് നോക്കിയാൽ പിന്നെ ഇതിന് കുറ്റബോധം ഉണ്ടാവില്ല. അതാ നഫ്സുൽ ലവ്വാമ. ആ നഫ്സിനെ പറ്റി അത് സത്യം ചെയ്ത് പറഞ്ഞു, വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, നഫ്സുൽ ലവ്വാമയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. അത് നല്ല മനസ്സാണ്. 3ാമത് പോലെ നഫ്സുൽ അമ്മാറ, തിന്മക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്. തിന്മക്ക് പ്രേരിപ്പിക്കുക, തെറ്റ് ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്ന മനസ്സ്. ഈ 3 രൂപത്തിൽ നഫ്സ് ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ നഫ്സ് അമ്മാറത്താകാൻ പാടില്ല. തെറ്റ് ചെയ്യാൻ എപ്പോഴും താല്പര്യം, ഹറാമ് കാണാൻ താല്പര്യം, ഹറാമ് കേൾക്കാൻ താല്പര്യം, ഹറാമിലേക്ക് പോകാൻ എപ്പോഴും താല്പര്യം. അതാണെങ്കിൽ നഫ്സ് തകരാറിലാണ്. തെറ്റ് സംഭവിച്ചാൽ കുറ്റബോധം, പശ്ചാത്താപം, ഉറക്കം വരുന്നില്ല, ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര പ്രയാസം, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അത് നല്ല ലക്ഷണമാണ്. മുത്മഇന്ന് അത് ഏറ്റവും മേലുള്ളത്. അതാ ഖൽബുൻ സലീം, സലീമായ ഖൽബ്. സൂറത്തുൽ ശുഅറ പറഞ്ഞല്ലോ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഖൽബോട് കൂടി വരണം എന്നാണ്, കേടില്ലാത്ത ഖൽബ്. അതൊക്കെ നഫ്സിനെ അറിയണം, നഫ്സിൻ്റെ അവസ്ഥകൾ അറിയണം, എന്നിട്ട് ആ നഫ്സിനെ ശുദ്ധീകരിക്കണം. അതാണ് രക്ഷയ്ക്കുള്ള മാർഗം. ആ നിലക്കുള്ള ഒരു നഫ്സിനെ ഉണ്ടാക്കിയെടുത്ത് ആ നഫ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ സഹോദരങ്ങൾ നമുക്കവിടെ രക്ഷപ്പെടാം. അതല്ലെങ്കിൽ പ്രയാസമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ്, നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോകുന്ന വഴിയിൽ ഉള്ള വലിയ ഒരു പർവ്വതം പോലെയാണ്. നമ്മൾ വഴിക്ക് പോവുകയാണ്, അവിടെ ഒരു വലിയ പർവ്വതം മുമ്പിൽ, ഈ പർവ്വതം കയറിയിട്ട് വേണം വേണ്ട പോകാൻ. കയറാൻ പറ്റുകയുമില്ല, നിറയെ പിന്നെ മുള്ളുകളും അതേപോലെ ദുർഘടമായ വഴികളും കാടും പൊന്തയും എല്ലാം കൂടി നിറഞ്ഞ ഒരു വലിയ പർവ്വതം മുമ്പിലുണ്ട്. ആ പർവ്വതം മറികടന്നിട്ട് വേണം ഒരാൾക്ക് മുന്നിലേക്ക് യാത്ര പോകാൻ. ഇതുപോലെയാകുന്നു നഫ്സ്. സ്വർഗം ലക്ഷ്യമാക്കി പോകുമ്പോൾ, പടച്ച റബ്ബിലേക്ക് യാത്ര പോകുമ്പോൾ തടസ്സമായി നിൽക്കുന്ന പർവ്വതമാണ് നഫ്സ്. ആ പർവ്വതം മാത്രമല്ല, അതേപോലെ അതോടൊപ്പം തന്നെ
ദുർഘടമായ വഴികൾ. ഓരോ വഴിക്ക് കയറുമ്പോഴും കഴിയൂല. നോക്കുമ്പോൾ തന്നെ അത് കയറാൻ കഴിയില്ല എന്ന് തോന്നും. അതിന് മീതെ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ആളുമുണ്ട്. ശൈത്താനുണ്ട് അവിടെ. അങ്ങോട്ട് വരണ്ട, കയറണ്ട, അനക്ക് കയറാൻ കഴിയൂല, അങ്ങോട്ട് എത്തൂല എന്ന് പറഞ്ഞവരെ പിന്തിരിപ്പിക്കാൻ ആളുമുണ്ട്. ഈ വഴി മല കയറുന്തോറും മറ്റയാൾ അവിടുന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും, കയറണ്ട കയറണ്ട, കുടുങ്ങും എന്ന് പറയും. അത് മറികടന്ന് അതിനെ മൈൻഡ് ചെയ്യാതെ കയറി മേലെത്തിയാലോ വളരെ ക്ലിയർ. ഇതാണ് നഫ്സ് എന്നാണ്. ആ നഫ്സിന്റെ ഇച്ഛകൾ, ഹവകൾ, താല്പര്യങ്ങൾ ഇതെല്ലാം കൂടി നിറഞ്ഞിട്ട് സ്വർഗത്തേക്കൊന്നും നമുക്ക് കഴിയൂല. അതാണ് സത്യം, അതൊന്നും ഇപ്പം കഴിയൂല, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചു വന്ന് അടി തന്നെ തിരിഞ്ഞു പോകും. ഇതൊന്നും ഇപ്പം കയറി പിടിച്ച് എത്താൻ കഴിയില്ല. അത് നേടിയേ പറ്റൂന്ന് വാശി പിടിച്ച് എത്ര പ്രയാസപ്പെട്ടാലും വേണ്ടില്ല എന്നും പറഞ്ഞ് അതിന് കയറി കൂടി മേപ്പെട്ട് എത്തിക്കഴിഞ്ഞാലോ ഓനെ സംബന്ധിച്ച് ആ ദുർഘടമായത് അവസാനിക്കുകയും ചെയ്തു. ആ നിലക്കുള്ള തിരിച്ചറിവ് നഫ്സിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഇബ്നു ഖയ്യിം പറയാണ്. അതിന് കയറുന്തോറും അവിടുന്ന് ആ വിളിച്ചു പറയുന്നവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അങ്ങേയറ്റം ഒരു ആത്മധൈര്യത്തോടു കൂടി കയറി കൂടിക്കഴിഞ്ഞാലോ അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അവിടെ സ്വർഗത്തിലേക്ക് എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടുന്ന് ഏതായാലും പോകും, ഇവിടെ എന്താണെങ്കിലും എന്തല്ലെങ്കിലും ഇവിടുന്ന് യാത്ര പോകും. ആ യാത്ര ഇന്ന് കണ്ണ് ചിമ്മിയാൽ അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാവണം. നബിയുടെ പ്രാർത്ഥന, എല്ലാ ഷർറും നമ്മൾ റാഹത്താക്കണേ. മരണം റാഹത്താണ്. മരിക്കുന്നവരെ രോഗമുണ്ട്, മരിച്ചാൽ രോഗമില്ല. മരിക്കുന്നവരെ വിശപ്പും ദാഹവുമുണ്ട്, മരിച്ചാൽ അവനെ വിശപ്പും ദാഹവുമില്ല. മരിക്കുന്നവരെ ടെൻഷനുണ്ട്, മരിച്ചാൽ അവന് ടെൻഷനില്ല. മുഅ്മിന് മരിക്കുന്നവരെ ഒരുപാട് വിഷമങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മരിച്ചാലോ അതൊക്കെ കഴിഞ്ഞു, പിന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ, പിന്നെ ടെൻഷനില്ല മുഅ്മിനാണെങ്കിൽ. അല്ലെങ്കിലോ അതോട് പിന്നെ ടെൻഷനേ ഉള്ളൂ. മരണം ഒന്നുകിൽ റാഹത്താണ്, അല്ലെങ്കിൽ മരണം ബാക്കിയുള്ളവർക്ക് റാഹത്താണ്. ചില മനുഷ്യന്മാർ മരിച്ചാൽ മരിച്ചോളൂ റാഹത്ത്, വളരെ ചെറിയ മരിച്ചാൽ ബാക്കിയുള്ളവർക്ക് റാഹത്ത്. ശല്യം ഒഴിഞ്ഞിട്ട് ഇടങ്ങാറി കുടുങ്ങിയ അയാളെ കൊണ്ട് പരീരം ശല്യം, കമ്മിറ്റി വന്നാലും ശല്യം, നാട്ടിലും അയാളെ ശല്യം, എവിടെ വന്നാലും എന്നാ അയാളെ എവിടെയൊന്നും ഇടാഞ്ഞാലോ ആകെ പ്രശ്നം. ഒരു വൈസ് പ്രസിഡന്റ് പേടിച്ചാണ് വൈസ് പ്രസിഡന്റ് ആക്കും ആൾക്കാർ. പേടിച്ചിട്ട് ഇപ്പോഴത്തെ ആളെ പറ്റില്ല പക്ഷെ വിചാരിച്ചണ്ട, പേടിച്ചിട്ട് എവിടെയെങ്കിലും വൈസ് പ്രസിഡന്റ് ഇരിക്കുമ്പോൾ അതുകൊണ്ട് കട്ടക്കാരാവും. അങ്ങനെ ചില മനുഷ്യന്മാരില്ല. അത് രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്, മതത്തിലുണ്ടാകാൻ പാടില്ല, അവിടെ അങ്ങനെ തന്നെയാണ്. പള്ളി കമ്മിറ്റിയിൽ വരെ കാണാം ഓനെ എവിടെയെങ്കിലും ഒന്ന് എഴുതിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അതോട് കുടുങ്ങും. തൽക്കാലം അത് ഇട്ടാളിഞ്ഞപ്പോൾ ഷെറ് കൊടുക്കുന്നത് ഖിയാമത്തിന് അടയാളാണ്. നബി പറഞ്ഞു ഖിയാമത്തിന് അടയാളം പറഞ്ഞപ്പോൾ വയുക്രമു റജുലു മഖാഫത ശർരിഹി, ഷെറ് പേടിച്ചിട്ട് മനുഷ്യന്മാരെ ബഹുമാനിക്കുന്നു. ബഹുമാനിക്കാൻ ഒപ്പുണ്ടെച്ചല്ല, ബഹുമാനിച്ചില്ലെങ്കിൽ ഷെറുണ്ടാവും. ആ ഷെറ് പേടിച്ചിട്ട് അവരെ ബഹുമാനിക്കുക. അവർക്ക് നമ്മളേതായാലും മാറാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യം സ്വർഗമാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ ജീവിച്ചു, ഇവിടെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ മറ്റ് മതസ്ഥർ, അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ തൗഹീദ് പകർന്നു. ആ തൗഹീദിന് വേണ്ടി നമ്മൾ നിലകൊണ്ടു. അതിന് പിന്നെയും കുറേ വിവാദങ്ങളുണ്ടായി, അവിടെയും നമ്മൾ ത്യാഗം ചെയ്തു. ഇങ്ങനെയൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ ജീവിതം അടുക്കും ചിട്ടയും പാലിച്ച് നിസ്കാരം നോമ്പും അതേപോലെ മറ്റ് നന്മകളും ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് അവസാനമാണ് കണ്ണു ചിമ്മുമ്പോൾ ആ യാത്ര സ്വർഗത്തിലേക്കല്ലെങ്കിൽ നമ്മളെക്കാൾ നട്ടക്കാർ പിന്നെ ആരുള്ളത്? അവനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു ചെറിയ കാര്യലാഭത്തിന് വേണ്ടി, ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, ഒരു സ്ഥാനമാനത്തിന് വേണ്ടി, മറ്റൊരു ബഹുമാനം കിട്ടാൻ വേണ്ടി എന്തേ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ഇതൊക്കെ ഒഴിവാക്കി പോകാറിനാൽ എന്ത് നടന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ. ആ പള്ളിയിൽ നിന്നപ്പോൾ എന്തോ സെക്രട്ടറി എന്തോ പറഞ്ഞു, അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നേരം മറ്റേ പള്ളിക്ക്. ആർക്ക് വേണ്ടിയതൊക്കെ? ഇതൊക്കെ എന്തിനാണ്? അപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മളെ കാല് സ്വർഗത്ത് കുത്തുമ്പോഴേ വിശ്വാസിക്ക് സമാധാനമാകാൻ പറ്റും. അതിനു വേണ്ടി പരിശ്രമിക്കുക. കിട്ടുന്ന ആയുസ് എത്ര നമുക്കറിയില്ല, എത്രയാണ് ഇതുവരെ ജീവിച്ചു, ഇനി എത്ര കിട്ടും എന്താ പറയുക. ഒരു ദിവസം കിട്ടിയാൽ ഹയാത്ത് ജീവിതം എന്നത് ഖൈറിലെ വർധനവാക്കണേ അല്ലാഹ്. ഒരു ദിവസം ജീവിച്ചാൽ കുറച്ച് ഖൈർ അധികം കിട്ടും. ഇന്നലെ മരിച്ച മനുഷ്യന്മാരുണ്ട്, നമ്മളെന്നും കൂടി ജീവിച്ചു. ഇന്ത്യപ്പം നമ്മൾ കിട്ടി വെച്ചാൽ കുറച്ച് ഖൈർ അധികം ചെയ്യാൻ പറ്റി, കുറച്ച് നന്മകൾ അധികം ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ ആ ജീവിതം അർത്ഥവത്താണ്. അതല്ല നമ്മൾ കുറേ അങ്ങ് ജീവിച്ച് പോവുക, ഒന്നുമില്ല, ഒരു ഉപകാരമില്ല എന്നാണെങ്കിൽ ആ ജീവിതം കൊണ്ട് കാര്യമൊന്നുമില്ല. കുറേ കാലം ജീവിച്ച് സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് കാര്യമുണ്ട്? 90 വയസ്സായി ജീവിച്ചു, മരിച്ച് പോകുമ്പോൾ നരകത്തിക്കാണെങ്കിൽ
ഈ ആയുസ്സിൻ്റെ കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമാം ബുഖാരി 63-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. പക്ഷെ ഒരു കബൂലിയത്ത് നമ്മൾ കാണുന്നു, ബാക്കി അല്ലാഹു അഅലം. ഇമാം ഷാഫി 54-ലാണ് മരിച്ചത്, ഇമാം നവവി 44-ലാണ് മരിച്ചത്, ഹാഫിദുൽ ഹക്കീം 37-ലാണ് മരിച്ചത്. അപ്പോൾ കുറേ കാലം ജീവിക്കാന്നുള്ളതല്ല. കുറേ കാലം ജീവിച്ച നല്ല കാര്യം, ആയുസ് കിട്ടി, ഹിദായത്തും ഉണ്ടായി, നന്മ ചെയ്യാനും കഴിഞ്ഞു, നല്ല കാര്യമാണ്. മൻ ഹസന അമലുഹു വത്വാല ഉംറുഹു, അമൽ നന്നായി ആയുസ് ദീർഘിക്കുകയും ചെയ്തു, വലിയ ഖൈറാണ്. ഇല്ലെങ്കിലോ ആയുസോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലാഹു ബലം പറ്റി പറഞ്ഞില്ലേ, മുനാഫിക്കിനെ പറ്റിയും അതേപോലെ മുശ്രിക്കിനെ പറ്റിയൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നു, അവരാഗ്രഹിക്കുന്നു എന്താണ് 1000 കൊല്ലം കിട്ടിയെങ്കിൽ അൽഫസന വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബ്, 1000 കൊല്ലം കിട്ടിയായിരിക്കാം, എന്നാലും ആ നരകത്തിന് രക്ഷപ്പെടില്ല. അപ്പം 1000 വയസ്സ് ജീവിച്ചു, പിന്നെ മരിച്ചുമ്പോൾ നരകത്തിലാണെങ്കിൽ ഈ 1000 കൊണ്ട് കാര്യമില്ലല്ലോ. 30 വയസ്സിൽ മരിച്ചു, സ്വർഗം കിട്ടിയാലോ, അതാണ് നേട്ടം. അപ്പം സ്വർഗം അടിസ്ഥാന ലക്ഷ്യമായി കാണണം, അള്ളാഹിൻ്റെ തൃപ്തി ലഭിക്കണം, റാദിയത്തൻ മർളിയ എന്ന അവസ്ഥ ഉണ്ടാകണം. അതിന് നഫ്സ് ശുദ്ധിയാവണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖൽബ് ശുദ്ധീകരിച്ചാൽ, നഫ്സ് ശുദ്ധീകരിച്ചാൽ അവൻ വിജയിച്ചു, അതിനെ മലിനപ്പെടുത്തിയാൽ അവൻ പരാജയപ്പെടും, തീർച്ചയാണ്. ഖദ് അഫ്ലഹ, ഖദ് തീർച്ചയായും. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പോവുക, അതിനുള്ള വഴിയാണ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിദുഹു എഴുതിയ ഈ ഒരു കൊച്ചു ഗ്രന്ഥം, തസ്കിയത്തുൻ നഫ്സിനുള്ള 10 അടിസ്ഥാന തത്വങ്ങൾ. ഇത് ജീവിതത്തിൽ പാലിച്ചു പോയാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. ആ നിലയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിയ ഈ റമദാനിൽ ഈ ഒരു ക്ലാസ് അതിന് നിമിത്തമാകട്ടെ. അപ്പോൾ നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവും. ഫിത്ന കൂടി വരുമ്പോൾ ഇൽമ നമുക്ക് വർദ്ധിക്കണം. ഒരുപാട് സൗകര്യം ഉണ്ട്, ഇനി എവിടെയും പോയതിനും പഠിക്കാൻ സൗകര്യം നമ്മുടെ ഫോണൊക്കെ ഇങ്ങോട്ട് കിട്ടും, ഏത് ഭാഷയിലും കിട്ടും, എവിടെ ഇരുന്നാലും പഠിക്കാൻ കഴിയും. അതൊക്കെ ഉണ്ടായിട്ടും പഠിക്കാതെ പോകാൻ പാടില്ല. കുറച്ചൊക്കെ ദീൻ്റെ കൂടെ സഞ്ചരിക്കുക, ഇൽമ നമ്മൾ പഠിക്കുക, ഇൽമിൻ്റെ വഴികളെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇതൊക്കെ ആവശ്യമാണ്. അത്രയും ഫിത്നകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് ഫിത്നയിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാമെന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കുക, സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിലുപരി ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കിതാബിൻ്റെ PDF വേണമെങ്കിൽ സാദിഖിൻ്റെ ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, അയക്കാൻ വേണമെങ്കിൽ ഫോൺ അയച്ചു തരും. അത് ആവശ്യമുള്ളവർക്ക് പിന്നീട് ഉപയോഗപ്പെടുത്താം. അതേപോലെ വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടും അങ്ങനെ ഉപയോഗപ്പെടുത്താം. എപ്പോഴും നമുക്ക് നമ്മളെ പറ്റി ഒരു സംസ്കാരത്തിനെ പറ്റിയ ഉപദേശങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിനും അതുപോലെ പ്രതിഫലം നൽകട്ടെ. നമുക്കും റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.